സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ രീതി തന്നെയായിരിക്കും ഇന്നും ഫോളോ ചെയ്യുന്നുണ്ടാവുക. എത്ര പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യുന്നോ അത്രയും പെട്ടെന്ന് എത്രയും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ടേം എക്കണോമിക്സ് യൂസ്ഡ് സീറ്ററിസ് പരിബസ്? എന്താണ് സീറ്ററിസ് പരിബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം അല്ലേ? ഇത് നമ്മളൊരു ലാറ്റിൻ ഫ്രേസ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീറ്ററിസ് പരിബസ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ ഫ്രേസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ അതർ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് അഫക്റ്റിംഗ് ദ ഡിപെൻഡന്റ് വേരിയബിൾ ആർ ഹെൽഡ് കോൺസ്റ്റന്റ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്ന പോലെ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ബന്ധം നമ്മൾ നോക്കുന്ന സമയത്ത് ലോ ഓഫ് ഡിമാൻഡ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾ അതർ ഫാക്ടേഴ്സ് വിച്ച് ഇസ് അഫക്റ്റിംഗ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ നമ്മൾ എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തും. കാരണം എന്താ? ക്വാണ്ടിറ്റി ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന മറ്റ് പല പല ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ? ഇൻകം ഓഫ് ദ കൺസ്യൂമറോ റിലേറ്റഡ് ഗുഡ്സിന്റെ പ്രൈസ് ലെവലോ അല്ലെന്നുണ്ടെങ്കിൽ കൺസ്യൂമറുടെ ടേസ്റ്റ് പ്രിഫറൻസ്, ഇങ്ങനെ പല കാര്യങ്ങളും ക്വാണ്ടിറ്റി ഡിമാൻഡിനെ വ്യത്യാസപ്പെടുത്തിയേക്കാം. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ജസ്റ്റ് പറയേണ്ടത് നമ്മുടെ പ്രൈസും അതിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡും ആണ്. സോ പ്രൈസിനെ നമ്മളവിടെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടും ക്വാണ്ടിറ്റി ഡിമാൻഡിനെ നമ്മളവിടെ ഒരു ഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടാണ് എടുക്കുന്നത്. കാരണം എന്താ? പ്രൈസ് ചേഞ്ച് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. സോ അതൊരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ആൻഡ് ആ ചേഞ്ചിനനുസരിച്ചാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇരിക്കുന്നത് അല്ലെ? അപ്പൊ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈ പറയുന്ന പ്രൈസ് ചേഞ്ചിനെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ ഒരു ഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടും പ്രൈസിന് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പ്രൈസ് അല്ലാതെ മറ്റേതൊരു ഫാക്ടർ വിച്ച് ഇസ് അഫക്റ്റിംഗ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡിനെയും അല്ലെങ്കിൽ മറ്റേതൊരു ഇൻഡിപെൻഡന്റ് വേരിയബിളിനെയും നമ്മൾ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തുന്നതിനെ പറയുന്ന പേരാണെന്ത്? സീറ്ററിസ് പരിബസ്. ഇത് ആക്ച്വലി എല്ലാ എക്കണോമിക് ലോസിനും ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന എക്കണോമിക് റിലേഷൻഷിപ്സ് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, ദ സബ്ജക്ട് മാറ്റർ ഓഫ് എക്കണോമിക്സ് ഡീലിംഗ് വിത്ത് ലാർജർ അഗ്രിഗേറ്റ്സ് ഓർ എക്കണോമി as a whole is known as, എക്കണോമിക്സിനെ മൊത്തത്തിൽ നമ്മൾ പഠിക്കുന്നത് ഏതാണ്? യെസ്, ലാർജർ അഗ്രിഗേറ്റ്സ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ പോകേണ്ടത് മാക്രോ എക്കണോമിക്സ് ആണ് അല്ലെ? മാക്രോ എക്കണോമിക്സിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണെന്ന് പറയാമോ? എന്താണ് മാക്രോ എക്കണോമിക്സിന്റെ മറ്റു പേരുകൾ? മാക്രോ എക്കണോമിക്സിന് മറ്റൊരു പേരാണ് ഇൻകം തിയറി. ഓക്കെ, ഇൻകം തിയറി എന്ന് പറയും. ഓക്കെ, മാക്രോ എക്കണോമിക്സിന്റെ ഫാദർ ആരാണ്? ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ് ആരാണ്? പറയാമോ? ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ്? യെസ്, JM കെയ്ൻസ് ആണ് അല്ലെ? JM കെയ്ൻസ് ആണ് ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ്. 1929 മുതൽ 1935 വരെ നീണ്ടു നിന്നിരുന്ന ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലും വല്ലാത്ത രീതിയിലുള്ള ഈ പറയുന്ന ഡിപ്രഷൻ ഉണ്ടായി, ഒരു എക്കണോമിക് ഡിപ്രഷൻ ഉണ്ടായി. ആ എക്കണോമിക് ഡിപ്രഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി മൈക്രോ എക്കണോമിക് തിയറികൾക്കോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾക്കോ ഒന്നും സാധിക്കാതെ വന്ന സമയത്ത് കൊണ്ടുവന്ന എന്താണ് ഒരു പുതിയ തിയറി ആയിരുന്നു ഈ പറയുന്ന മാക്രോ എക്കണോമിക്സ് തിയറി. തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻകം ആൻഡ് മണി. ഈ പുസ്തകത്തിലൂടെയാണ് 1936 പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് കേട്ടോ. ഈ പുസ്തകം എഴുതിയത് ആരാന്ന് ചിലപ്പോൾ ചോദിച്ചിട്ട് JM കെയ്ൻസ് ആണ്. JM കെയ്ൻസ് ഈ പറയുന്ന തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻകം ആൻഡ് മണി എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണ് ഈ പറയുന്ന മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന പുതിയ ശാസ്ത്രശാഖയ്ക്ക് കൊണ്ടുവന്നത്. എന്താ പ്രൈസ് തിയറി എന്ന് പറഞ്ഞാൽ? പ്രൈസ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൈസ് തിയറി എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സിന്റെ മറ്റൊരു ടെർമിനോളജിയാണ് കേട്ടോ. പ്രൈസ് തിയറി യെസ് മൈക്രോ എക്കണോമിക്സിന്റെ മറ്റൊരു ടെർമിനോളജിയാണ്. ഓക്കെ, സോ ആൻസർ ബി ആണ്. ആൻഡ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, മൈക്രോ സ്മോൾ മാക്രോ ലാർജ് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം അല്ലെ? പ്രൈസ് തിയറി, ഇൻകം തിയറി, ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ്, ഇൻഡിവിജ്വൽ ഫേംസിനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൈക്രോ എക്കണോമിക്സ്. ലാർജർ അഗ്രിഗേറ്റ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ എവിടെയാണ് വരുന്നത്? ബിസിനസ് സൈക്കിൾസ് എവിടെയാണ് വരുന്നത്? തിയറി ഓഫ് അൺഎംപ്ലോയ്മെന്റ് എവിടെയാണ് വരുന്നത്? തിയറി ഓഫ് ഇൻഫ്ലേഷൻ എവിടെയാണ് വരുന്നത്? ഇതെല്ലാം എന്താണ്? മാക്രോ എക്കണോമിക്സിന്റെ പെർസ്പെക്ടീവിൽ വരുന്ന ചോദ്യമാണ്. ഓക്കെ, ആൻഡ് എക്കണോമിക്സ് ഫസ്റ്റ് കളക്ട്സ് few indispensable facts about human nature or general principles and draw inferences about an individual. This method is known as, ഈ മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പറയുന്ന പേരെന്താണ്? ഡിഡക്റ്റീവ് മെത്തേഡ് ആണോ, ഇൻഡക്റ്റീവ് മെത്തേഡ് ആണോ, എക്കണോമിക് മെത്തേഡ് ആണോ, അതോ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ആണോ? യെസ്, ഡിഡക്റ്റീവ് മെത്തേഡ് ആണ് അല്ലെ? ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് പോകുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോ നമ്മൾ ഈ പറയുന്ന ആൻസർ റെസ്പോൺസസ് കണ്ടിട്ട് നമ്മൾ നോക്കുകയാണ്. ഓക്കെ, എല്ലാവരും റൈറ്റ് ആൻസർ പറയുന്നു എന്നതിന്റെ മീനിങ് വെച്ചിട്ട് ഞാൻ പറയണം, ഓക്കെ ഇപ്പൊ ഈ പറയുന്ന മീറ്റിൽ ജോയിൻ ചെയ്തിട്ടുള്ള 35 പേർക്കും ഇതിന്റെ റൈറ്റ് ആൻസർ അറിയാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? ഡിഡക്റ്റീവ് മെത്തേഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജനറലിൽ നിന്നും പർട്ടിക്കുലറിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഡിഡക്റ്റീവ് മെത്തേഡിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഡിഡക്റ്റീവ് മെത്തേഡിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? അബ്സ്ട്രാക്ട് മെത്തേഡ് എന്ന് പറയും, അപ്രയോറി മെത്തേഡ് എന്ന് പറയും, അല്ലെന്നുണ്ടെങ്കിലോ പോസ്റ്റീരിയർ മെത്തേഡ് എന്ന് പറയും. ശരിയല്ലേ? യെസ്, അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയും. യെസ്, അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയും. ഇൻഡക്റ്റീവ് മെത്തേഡിനെ ആണെങ്കിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ പോസ്റ്റീരിയർ അപ്രോച്ച് എന്ന് പറയും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്, ആൻസർ എ ആണ്.
ഡിഡക്റ്റീവ് മെത്തേഡ് അനലിറ്റിക്കൽ അബ്സ്ട്രാക്ട് അല്ലെങ്കിൽ അപ്രയോറി മെത്തേഡ് ജനറൽ ടു പർട്ടിക്കുലറിലേക്കാണ് പോകുന്നത്. തിയററ്റിക്കൽ അബ്സ്ട്രാക്ഷൻ എടുത്തിട്ട് അതിന്റെ അകത്തുനിന്ന് കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ആൻ എക്കണോമിസ്റ്റ് ഫസ്റ്റ് കളക്ട്സ് റെലവന്റ് ഫാക്ട്സ് ആൻഡ് ഓൺ ദെയർ ബേസിസ് ഡ്രോസ് കൺക്ലൂഷൻ. ഇതിനെന്താ പറയാ? ഇൻഡക്റ്റീവ് മെത്തേഡ് എന്നാണ് അല്ലേ പറയാ. ഇൻഡക്റ്റീവ് മെത്തേഡിന് ഒരു എക്സാമ്പിൾ തരാമോ? എന്താണ് ഇൻഡക്റ്റീവ് മെത്തേഡിന് ഒരു എക്സാമ്പിൾ തരാമോ? ഇൻഡക്റ്റീവ് മെത്തേഡിന്റെ എക്സാമ്പിൾ ഉണ്ടോ ആരെങ്കിലും എടുത്ത്? യെസ്, പോപ്പുലേഷൻ സർവേ മെത്തേഡ് അല്ലെങ്കിൽ ഈ പറയുന്ന പോപ്പുലേഷൻ സെൻസസ് എന്ന് പറയുന്നത് അല്ലെ. സെൻസസ് എന്ന് പറയുന്ന ഇൻഡക്റ്റീവ് മെത്തേഡിന്റെ ഒരു ഇതാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർവേക്ക് പോകുന്ന സമയത്ത് ഗ്രൗണ്ട് ലെവലിൽ ഓരോരുത്തരുടെ അടുത്തും നമ്മൾ എന്താണ് ഫാക്ടുകൾ കളക്ട് ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജനറൽ ആയിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിനാണ് നമ്മൾ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഹിസ്റ്റോറിക്കൽ മെത്തേഡെന്നോ പോസ്റ്റീരിയർ മെത്തേഡെന്നോ എംപിരിക്കൽ മെത്തേഡെന്നോ ഒക്കെ പറയാറുണ്ട്. പർട്ടിക്കുലർ ടു ജനറലിലേക്കാണ് ഇത് പൊതുവെ പ്രൊസീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു അസെൻഡിങ് വേയിലാണ് ഇത് പ്രൊസീഡ് ചെയ്യുന്നത്. ഫാക്ട്സ് ജനറേറ്റ് ചെയ്യുന്നത് ത്രൂ സർവേസിലൂടെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സർവേസിലൂടെ പോകുന്ന മെത്തേഡ് ഏതാണെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. ആൻഡ് അതിന്റെ അടിസ്ഥാനത്തിൽ ഫൈനൽ കൺക്ലൂഷൻസിലേക്ക് എത്തും. ഓക്കെ. സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണോ നോക്കി. പോസിറ്റീവ് എക്കണോമിക്സ് ഡീൽ വിത്ത് ദ കോസ് എഫക്ട് റിലേഷൻഷിപ്പ്. നെഗറ്റീവ് നോർമേറ്റീവ് എക്കണോമിക്സ് ഇവാലുവേറ്റീവ് ഇൻ നേച്ചർ. ക്ലിയർ ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ, ഏതാണ് റോങ് ആൻസർ എന്ന് പറയാമോ? യെസ്, യെസ്, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ആണ് അല്ലെ. രണ്ട് തരത്തിലുള്ള എക്കണോമിക്സിനെ നമ്മൾ പോസിറ്റീവ് സയൻസ് എന്ന് പറയാറുണ്ട്, എക്കണോമിക്സിനെ നമ്മൾ നോർമേറ്റീവ് സയൻസ് എന്നും പറയാറുണ്ട്. പോസിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വാട്ട് ഈസ് എന്ന് പറയുന്ന ശാസ്ത്രം ആണല്ലേ. വാട്ട് ഈസ് എന്താണ്, ഇവിടെ കാര്യകാരണം വ്യക്തമാക്കുന്ന രീതിയിലാണ് അല്ലെ. കോസ് എഫക്ട്, കോസ് എന്താണ്, എഫക്ട് എന്താണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ലോ ഓഫ് ഡിമാൻഡിൽ പ്രൈസ് എന്ന് പറയുന്ന ഒരു കോസും ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു എഫക്റ്റും ആയിരുന്നു അല്ലെ. അപ്പോൾ പ്രൈസ് എന്ന് പറയുന്ന കോസിന്റെ ചേഞ്ചിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിന് എന്തുമാത്രം വ്യത്യാസപ്പെടുന്നു എന്നുള്ളതാണ് എന്ത് പോസിറ്റീവ് എക്കണോമിക്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇനി നോർമേറ്റീവ് എക്കണോമിക്സിലേക്ക് വന്നു കഴിഞ്ഞാലോ, നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വാട്ട് ഓട്ട് ടു ബി അല്ലെങ്കിൽ വാട്ട് ഷുഡ് ബി അല്ലെ, എന്താവണം എന്നുള്ളതാണ്. വാട്ട് ഷുഡ് ബി എന്നുള്ളതാണ്. അപ്പൊ ഇത് കുറച്ചും കൂടി ഇവാലുവേറ്റീവ് നേച്ചർ ആണ്. സോ ചിലപ്പോൾ ഇവാലുവേറ്റീവ് നേച്ചർ എന്നായിരിക്കില്ല, ചിലപ്പോൾ പോളിസി നേച്ചർ ഉള്ളത് ഏതിനാന്നായിരിക്കും ചോദിച്ചേക്കാം. പോളിസി നേച്ചർ ഉള്ളത് ഏതിനാണ്? നോർമേറ്റീവ് എക്കണോമിക്സിലാണ്. സോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ കറക്റ്റ് ആയിട്ട് വരും. അറിയാലോ. എക്സാമ്പിൾ ഇനി വേണമെന്ന് തോന്നുന്നില്ല, ലൈക്ക് നമുക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. യെസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻകറക്റ്റ്. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് അല്ലെ. ഗവൺമെന്റ് ലോസ് ആർ കോയേസീവ്, എക്കണോമിക് ലോസ് ക്യാരി എ ഫ്രേസ് ceteris paribus, പിന്നെ എക്കണോമിക് ലോസ് ആർ മോർ എക്സാക്ട് ആൻഡ് ഡെഫിനിറ്റ് ദാൻ സോഷ്യൽ ലോസ്, എക്കണോമിക് ലോസ് ആർ ലെസ് എക്സാക്ട് ആൻഡ് ലെസ് ഡെഫിനിറ്റ് ദാൻ ഫിസിക്കൽ ലോസ്. യെസ്, സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. യെസ്, ഓരോന്നായിട്ട് നോക്കാം. ഗവൺമെന്റ് ലോസ് ആർ കോയേസീവ്, ശരിയാണല്ലേ. ഒരു നിർബന്ധ ബുദ്ധിയുണ്ടല്ലേ ഈ പറയുന്ന ഗവൺമെന്റ് ലോസിന്. അത് പാലിക്കപ്പെടേണ്ടതിന് പിന്നിൽ ഒരു നിർബന്ധമുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് കുറച്ച് അടിച്ചമർത്തപ്പെടുന്ന രീതിയിലാണ്. സോ കോയേസീവ് ആണ്. രണ്ടാമത്തത് എക്കണോമിക് ലോസ് ക്യാരി എ ഫ്രേസ് ceteris paribus. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റനിൽ കണ്ടു കഴിഞ്ഞാൽ എക്കണോമിക് ലോസ് ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ceteris paribus എന്ന് പറയുന്ന ഫ്രേസ് വേണം. കാരണം എല്ലാം കൂടി അറ്റ് എ ടൈം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആ പറയുന്ന രണ്ട് ഡിപെൻഡന്റ് വേരിയബിൾസിന്റെ ടെക്നിക്കൽ റിലേഷൻഷിപ്പിനെ നമുക്ക് ഒരിക്കലും എത്തിച്ചേരാൻ പറ്റത്തില്ല. സോ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് ആണ്. ഇനി എക്കണോമിക് ലോസ് ആർ മോർ എക്സാക്ട് ആൻഡ് ഡെഫിനിറ്റ് ദാൻ സോഷ്യൽ ലോസ്. ശരിയാണോ? ശരിയല്ല. സോഷ്യൽ ലോസിനെക്കാളും ലെസ് എക്സാക്ട് ആൻഡ് ലെസ് ഡെഫിനിറ്റ് ആണ് എക്കണോമിക് ലോസിനെ. അതുകൊണ്ടാണ് എക്കണോമിക്സ് ലോസിനെ ലോസ് ഓഫ് ടൈഡ്സുമായിട്ട്, തിരമാലകളുടെ നിയമവുമായി കമ്പയർ ചെയ്തത് എക്കണോമിക് ലോസിനെ. കാരണം എന്താ? എപ്പോഴാണ് ഈ പറയുന്ന തിരമാലകളുടെ സ്വഭാവം മാറുക, വേലിയേറ്റം വരിക, വേലിയിറക്കം വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലെ. തിരമാലകൾ അതുപോലെയാണ് എക്കണോമിക് ലോസ്. നമുക്ക് ഒരിക്കലും സോഷ്യൽ ലോസ് പോലെ അല്ലെങ്കിൽ സാമൂഹിക നിയമങ്ങൾ പോലെ ഒരിക്കലും നമുക്ക് എക്സാക്ട് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്റ്റേറ്റ്മെന്റ് 4 എന്താ? എക്കണോമിക് ലോസ് ആർ ലെസ് എക്സാക്ട് ആൻഡ് ലെസ് ഡെഫിനിറ്റ് ദാൻ ദ ഫിസിക്കൽ ലോസ് അല്ലെ. നമ്മുടെ ഈ പറയുന്ന ഊർജ്ജ സംരക്ഷണ നിയമം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ നിയമം ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ, അതിനേക്കാൾ ലെസ് എക്സാക്ട് ആണ് അല്ലെ. അത്ര ക്ലിയർ ആയിട്ട് ഇന്ന് വർക്ക് ചെയ്തോണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, പേഴ്സൺ ടു പേഴ്സൺ, സിറ്റുവേഷൻ ടു സിറ്റുവേഷൻ മാറിയേക്കാം. സോ ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 3 ആണ്. സോ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ അല്ലേ? ആരാണ് ഈ പറയുന്ന എക്കണോമിക് ലോസിനെ ലോസ് ഓഫ് ടൈഡ്സുമായിട്ട് കമ്പയർ ചെയ്തത്? ലോസ് ഓഫ് ടൈഡ്സുമായിട്ട് എക്കണോമിക് ലോസിനെ കമ്പയർ ചെയ്ത ആരായിരുന്നു? മാർഷൽ ആയിരുന്നു അല്ലെ. യെസ്, ആൽഫ്രഡ് മാർഷൽ ആണ്. ക്ലിയർ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്കണോമിക് ലോസ് എന്തൊക്കെയാണെന്ന് അറിയാലോ. ഗവൺമെന്റ് ലോസിന്റെ അത്രയും എക്സാക്ട് ആയിരുന്നായിരിക്കില്ല. സ്റ്റേറ്റ്മെന്റ് ഓഫ് ടെൻഡൻസീസ് മാത്രമാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മോസ്റ്റ്ലി നമ്മൾ ഇതിൽ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടാണ് പറയുന്നത്. ആൻഡ് എക്കണോമിക് ലോസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി പോസിറ്റീവ് ആണ്, പക്ഷെ അതൊരിക്കലും നോർമേറ്റീവ് അല്ല. അതായത് കോസ് എഫക്ട് റിലേഷൻഷിപ്പ് മാത്രമാണ് എക്കണോമിക് ലോസ് കാണിക്കുന്നത്, എന്താവണം എന്നൊന്നും പൊതുവെ പറയുന്നില്ല. പിന്നെ ആക്സിയോമാറ്റിക് ക്യാരക്ടർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ ഒബ്വിയസ് ആണ് പകുതി മുക്കാൽ നിയമങ്ങൾ. നമുക്ക് എന്തിനത് നിയമമായിട്ട് എടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലായിരിക്കും പല നിയമങ്ങളും ഉണ്ടാവുക. പിന്നെ ഫൈനലി സയൻസിന്റെ എക്സാക്ട്നെസ് ഒന്നും ഈ പറഞ്ഞ എക്കണോമിക് ലോസിന് ഉണ്ടാവില്ല. ഓക്കെ, ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് റെന്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഇസ് നോൺ ആസ്
നമ്മുടെ ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം നമ്മുടെ എക്കണോമിക്സിന്റെ ഡിഫറെന്റ് ഡിവിഷൻസിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ, കൺസംഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ ട്രാൻസ്ഫർമേഷൻ ഓഫ് ഇൻപുട്സ് ടു ഔട്ട്പുട്ട്. കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഫൈനൽ ഔട്ട്പുട്ടിനെ നമ്മൾ മൊത്തത്തിൽ ഡിസ്ട്രക്ട് ചെയ്യാണ് അല്ലെ, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, യൂട്ടിലിറ്റി ഗെറ്റിംഗ് ഡിസ്ട്രക്ഷൻ ഓഫ് യൂട്ടിലിറ്റി ആണ് കൺസംഷൻ. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ബയറിന്റെയും ഒരു സെല്ലറിന്റെയും ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്ചേഞ്ച് ആണ്. ആൻഡ് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, നമ്മൾ മാർക്കറ്റിൽ പഠിച്ചുള്ള ഡെഫിനിഷൻ ഉണ്ടല്ലേ, എന്തായിരുന്നു, എക്കണോമിക്കലി സാറ്റിസ്ഫൈയിങ് ദ വാണ്ട്സ് ആൻഡ് ഡിസയേഴ്സ് ത്രൂ എക്സ്ചേഞ്ച് പ്രോസസ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആണ് സംഭവിക്കുന്നത്. ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് സംഭവിക്കുന്നത് എങ്ങനെയാണ്, ബൈങ് ആൻഡ് സെല്ലിംഗ് വഴിയാണ് അല്ലെ. ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് സംഭവിക്കുന്നത് ബൈങ് ആൻഡ് സെല്ലിംഗ് വഴിയാണ്. ആൻഡ് ഫൈനലി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഏതൊരു പ്രൊഡക്ഷൻ പ്രോസസ്സിലും 4 മേജർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാവുമായിരിക്കും. ലാൻഡ് ഉണ്ടാവുമായിരിക്കും, ലേബർ ഉണ്ടാവുമായിരിക്കും, ക്യാപിറ്റൽ ഉണ്ടാവുമായിരിക്കും, ആൻഡ് ഓർഗനൈസേഷൻ ഉണ്ടാവുമായിരിക്കും അല്ലെ. ആൻഡ് ഈ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷന് മുഴുവൻ എന്താണ്, നമ്മളൊരു പ്രൊഡക്റ്റ് ഈ പറയുന്ന പലതിന്റെയും കോമ്പിനേഷൻസ് വഴിയാണ് നമ്മളൊരു പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക. ആ പ്രൊഡ്യൂസ് നമ്മൾ മാർക്കറ്റിൽ എത്തിച്ച് കഴിയുമ്പോൾ അതിന് കുറെ റവന്യൂ കിട്ടും. ആ റവന്യൂ ഒബ്വിയസ്ലി ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും റിട്ടേൺസ് കൊടുക്കണം അല്ലെ. അങ്ങനെ ലാൻഡിന് കൊടുക്കുന്ന റിട്ടേൺസിനെ നമ്മൾ എന്ത് പറയും, റെന്റ് എന്ന് പറയും. ചിലപ്പോൾ ചോദിച്ചേക്കും, റിട്ടേൺസ് ഫ്രം ദ ലാൻഡ് ഇസ് നോൺ ആസ് റെന്റ്, റിട്ടേൺസ് ഫ്രം ദ ലേബർ ഇസ് നോൺ ആസ് വേജ് ആണ് കേട്ടോ, സാലറി അല്ല. എന്താ സാലറിയും വേജും തമ്മിലുള്ള വ്യത്യാസം, വേജ് എന്ന് പറയുന്നത് ഓൺ എ ഡെയിലി ബേസിസ് ആണ്, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു യുവർ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ആണ് അല്ലെ. എത്ര മാത്രം നിങ്ങൾ വർക്ക് ചെയ്തു അതിന് കിട്ടുന്ന സാധനത്തിനാണ് നമ്മൾ വേജ് എന്ന് പറയുന്നത്. കൂടുതൽ വർക്ക് ചെയ്താൽ കൂടുതൽ വേജ് കിട്ടും, കുറവ് വർക്ക് ചെയ്താൽ കുറവ് വേജ് കിട്ടും. സാലറി എന്ന് പറയുന്നത് പക്ഷെ എന്താണ്, പെർമനന്റ് ഇൻ നേച്ചർ ആണ്. അതായത് ഒരു ഗവൺമെന്റ് എംപ്ലോയിക്ക് കിട്ടുന്നതാണ് സാലറി. ഓക്കെ, ഒരു കോർപ്പറേറ്റ് എംപ്ലോയിക്ക് കിട്ടുന്നതാണ് വേജ് എന്ന് പറയുന്നത്. കാരണം ബെറ്റർ പെർഫോമിംഗ് ആണെങ്കിൽ ബെറ്റർ വേജ് കിട്ടും, ലീസ്റ്റ് പെർഫോമിംഗ് ആണെങ്കിൽ വളരെ കുറച്ച് വേജ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സാലറി എന്ന് പറഞ്ഞാൽ പെർമനന്റ് നേച്ചർ ആണ്. നോ മാറ്റർ വാട്ട് ഇസ് യുവർ മാർജിനൽ പ്രൊഡക്ടിവിറ്റി. നിങ്ങൾക്ക് ഹയർ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ആണെങ്കിൽ, നിങ്ങൾക്ക് ലോവർ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ സാലറി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് മൂന്നാമത്തെ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റലിന് കിട്ടുന്നത് എന്താണ്, ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത് അല്ലെ. ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടും. ഓർഗനൈസേഷന് കിട്ടുന്നത് എന്താണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താ, മാനേജിങ് പവർ ആണ് അല്ലെ. മാനേജ്മെന്റ് പവർ ഓഫ് ദ ബിസിനസ് ഓണ്ടർപ്രണർ ആണ്. ഓണ്ടർപ്രണറിന് കിട്ടുന്ന റവന്യൂവിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോഫിറ്റ് എന്ന് പറയും. സോ റെന്റ് പേ ചെയ്ത്, വേജ് പേ ചെയ്ത്, ഇൻട്രസ്റ്റ് പേ ചെയ്ത ശേഷം ബാക്കി വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് കിട്ടുന്ന റവന്യൂവിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂഷൻ. ക്ലിയർ അല്ലേ? എനിക്കൊരു 8-10 റെസ്പോൺസസ് കിട്ടുന്നുണ്ടോ? ബാക്കിയുള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്കൊരു തംസപ്പ് തരാമോ എല്ലാവരും? യെസ്, താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ, സപ്ലൈ ഇസ് ലെസ് ദാൻ ഡിമാൻഡ് ഫോർ ദ എക്കണോമിക് ഗുഡ്സ്, സപ്ലൈ ഇസ് മോർ ദാൻ ഡിമാൻഡ് ഫോർ ദ ഫ്രീ ഗുഡ്സ്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് നോക്കിയിട്ട് പറയാമോ? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് ആണ് അല്ലെ. ഇത് നമ്മൾ ഗുഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ ദ സപ്ലൈ ഓഫ് ദ ഗുഡ്സ് അല്ലെ. ഡിമാൻഡ് സപ്ലൈയും വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഗുഡ്സിനെ ഇവിടെ എക്കണോമിക് ഗുഡ്സ് ആയിട്ടും ഫ്രീ ഗുഡ്സ് ആയിട്ടും ക്ലാസിഫൈ ചെയ്തത്. ഫ്രീ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഓൾവേസ് ഓർത്തിരിക്കേണ്ടത് നമ്മുടെ സൺലൈറ്റ്, എയർ, സോയിൽ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അല്ലെ. ഇഷ്ടം പോലെ ഉണ്ട്. സോ സപ്ലൈ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ എത്രയോ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ പ്രത്യേകിച്ച് പ്രൈസ് ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല അല്ലെ. അതിനെയാണ് നമ്മൾ പൊതുവെ ഫ്രീ ഗുഡ് എന്ന് പറയുന്നത്. പക്ഷെ എക്കണോമിക് ഗുഡ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താണ്, ഇത് പൊതുവെ മാൻ മെയ്ഡ് ആണ് അല്ലെ. മാൻ മെയ്ഡ് അല്ലെങ്കിൽ ഹ്യൂമൻ എഫേർട്സ് വഴി ഉണ്ടാക്കിയിട്ടുള്ള ഗുഡിനെയാണ് നമ്മൾ പൊതുവെ എക്കണോമിക് ഗുഡ്സ് എന്ന് പറയാം. ആൻഡ് അതുകൊണ്ട് തന്നെ എന്താണ്, മനുഷ്യന്റെ ആവശ്യത്തിനനുസരിച്ച് സാറ്റിസ്ഫാക്ഷൻ തരാൻ വേണ്ടിയിട്ടുള്ള അത്രമാത്രം ക്വാണ്ടിറ്റി ഒന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടാവില്ല. 100 പേർക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 50 എണ്ണം ആയിരിക്കും എക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടാവുക. കാരണം എന്താ, ഇതിന് ഒരുപാട് ചെലവുകളുണ്ട്, റോ മെറ്റീരിയൽസിന്റെ ആവശ്യമുണ്ട്, റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി ഈ പറയുന്ന പ്രൊഡക്ഷനെ ബാധിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫ്രീ ഗുഡ്സിന് അല്ലെങ്കിൽ എക്കണോമിക് ഗുഡ്സിന് സപ്ലൈ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ഡിമാൻഡ് ആയിരിക്കും അല്ലെ. അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിന്റെ അത്രയും ഉണ്ടായിക്കോണം നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അതിനുവേണ്ടി കോമ്പറ്റീഷൻ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു പ്രൈസ് കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ആൻസർ ചെയ്യണം. ഓക്കെ, ഇതിന്റെ വ്യത്യാസങ്ങളൊക്കെ അറിയാലോ, എക്കണോമിക് ഗുഡ്സിന്റെ എക്സാമ്പിൾസ് അറിയാലോ. നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഏതൊരു മാൻമെയ്ഡ് എക്വിപ്മെന്റും, നിങ്ങളുടെ ടേബിളിൽ ഇപ്പൊ ഇരിക്കുന്ന ഏതൊരു സാധനം എന്താണ്, എക്കണോമിക് ഗുഡ് ആയിട്ട് നിങ്ങൾക്ക് വേണേൽ പറയാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗുഡ്സ് പൊസസ് യൂട്ടിലിറ്റി? ഫ്രീ ഗുഡിനാണോ എക്കണോമിക് ഗുഡിനാണോ യൂട്ടിലിറ്റി ഉള്ളത്? രണ്ടിനുണ്ട് അല്ലെ. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു കമ്മോഡിറ്റിക്ക് നമ്മുടെ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. ഫ്രീ ഗുഡ്, എയർ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ബ്രീത്തിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള സാറ്റിസ്ഫൈ എന്താണ് ആവശ്യത്തെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. സൺലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എനർജി റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ടുള്ള ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ. സോ അതുകൊണ്ട് തന്നെ ഫ്രീ ഗുഡ്സിന് യൂട്ടിലിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ എക്കണോമിക് ഗുഡ്സിന് എന്തായാലും യൂട്ടിലിറ്റി ഉണ്ട്. കാരണം നമ്മുടെ ആവശ്യം സഫലമാക്കേണ്ടി വരുന്നതുകൊണ്ടാണല്ലോ നമ്മളത് കാശ് കൊടുത്ത് മേടിക്കുന്നത്. സോ ബോത്ത് സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഫ്രീ ഗുഡ്സിനും എക്കണോമിക് ഗുഡ്സിനും യൂട്ടിലിറ്റി ഉണ്ട്. യൂട്ടിലിറ്റി ഇൻ എക്കണോമിക്സ് റെഫേഴ്സ് ടു, യൂട്ടിലിറ്റി എക്കണോമിക്സിൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും കേട്ടോ ചോദിക്കാൻ സാധ്യതയുള്ളത്.
യെസ്, വൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി ആണ്. ഒരിക്കലും ഒരു കമ്മോഡിറ്റിയുടെ യൂസ്ഫുൾനെസ് അല്ല, ഒരിക്കലും ഒരു കമ്മോഡിറ്റി നമുക്ക് തരുന്ന പ്ലഷർ അല്ല, ഒരിക്കലും ഒരു കമ്മോഡിറ്റി നമുക്ക് തരുന്ന സാറ്റിസ്ഫാക്ഷനും അല്ല. നമ്മുടെ ഒരു വാണ്ടിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ അതിന് കഴിവുണ്ടോ എന്നുള്ളതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സോ ആൻസർ ഇവിടെ ഡി ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്? യെസ്, ഓൾ ഓഫ് ദ എബോവ് ആർ കറക്റ്റ് അല്ലേ. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും യൂസ്ഫുൾനെസ് ആയിക്കോണമെന്ന് നിർബന്ധമൊന്നുമില്ല. യൂസ്ഫുൾനെസ് ഉള്ള ഒരു സാധനത്തിന് ഒരിക്കലും യൂട്ടിലിറ്റി ഉണ്ടായിക്കോണമെന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ കടയിൽ പോയിട്ട് ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു, പക്ഷെ ഞാനൊരു വെജിറ്റേറിയൻ ആണെങ്കിൽ ഒബ്വിയസ്ലി ഈ പറയുന്ന നമ്മുടെ ചിക്കൻ ബിരിയാണിക്ക് യൂസ്ഫുൾനെസ് ഉണ്ടല്ലേ, പക്ഷെ അതേസമയം എനിക്ക് എന്താണ് വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ എന്റെ വിശപ്പ് എന്ന് പറയുന്ന ഒരു സാധനത്തെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണിക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ യൂട്ടിലിറ്റിന് ഒരിക്കലും നമുക്ക് യൂസ്ഫുൾനെസ് എന്ന് പറയാൻ പറ്റത്തില്ല. സോ എ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഇനി യൂട്ടിലിറ്റി ഈസ് നോട്ട് സിനോണിമസ് വിത്ത് പ്ലഷർ. നമുക്കൊരിക്കലും ഈ പറയുന്ന എന്താണ് സന്തോഷം കിട്ടിക്കോണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പനി വരുന്ന സമയത്ത് നിങ്ങൾ മരുന്ന് കഴിക്കും അല്ലെ, ഒരു പാരസ്റ്റമോൾ കഴിക്കുന്നു. അത് കഴിക്കാന്ന് പറയുന്നത് അത്ര സന്തോഷമുള്ള കാര്യമൊന്നും അല്ലല്ലേ. സോ പക്ഷെ അത് കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? പനി കുറയുക എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യം സഫലമാവുന്നുണ്ടല്ലേ. സോ ഒരിക്കലും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് പ്ലഷർ തന്നോണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ഇഞ്ചക്ഷൻ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമല്ല കിട്ടുന്നത്, വേദനയാണ് കിട്ടുന്നത്. നിങ്ങൾക്കൊരു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സന്തോഷമല്ല കിട്ടുന്നത്, നിങ്ങൾക്ക് വേദനയാണ് കിട്ടുന്നത്. പക്ഷെ നിങ്ങളുടെ ഒരു ആവശ്യം അതിലൂടെ സഫലമാവുന്നുണ്ട് അല്ലെ. ഇപ്പൊ യൂട്ടിലിറ്റി ഒരിക്കലും പ്ലഷറുമായിട്ട് സിനോണിമസ് ആയിക്കോണമെന്നില്ല. ആൻഡ് യൂട്ടിലിറ്റി ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ ആയിക്കോണമെന്ന് നിർബന്ധമില്ല. നമ്മൾ കമ്മോഡിറ്റിയിൽ എന്താണ് സാറ്റിസ്ഫൈഡ് എന്താണ് നമ്മുടെ മെഷർ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ തരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിന്റെ അളവിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ പൊതുവെ എന്താണ്? ഓൾ ഓഫ് ദ എബോവ് ആർ കറക്റ്റ്. സോ ആൻസർ ഡി ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇതെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, സബ്ജക്റ്റീവ് ആണ് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് യൂട്ടിലിറ്റി ഉണ്ടെന്നുള്ളതുകൊണ്ട് മറ്റൊരാൾക്ക് യൂട്ടിലിറ്റി ഉണ്ടായിക്കോണം നിർബന്ധമില്ല. വേരിയസ് പർപ്പസിൽ മാറും. വെള്ളം ഞാൻ വണ്ടി കഴുകാൻ എടുക്കുമ്പോൾ, പാത്രം കഴുകാൻ എടുക്കുമ്പോൾ, കുടിക്കാൻ എടുക്കുമ്പോൾ, കുളിക്കാൻ എടുക്കുമ്പോൾ വേറെ വേറെ യൂട്ടിലിറ്റി ആണ് അല്ലെ. പർപ്പസിനനുസരിച്ച് മാറുന്നു, ടൈമിനനുസരിച്ച് യൂട്ടിലിറ്റി മാറുന്നു അല്ലെ. ടൈമിനനുസരിച്ച് ഫോർ എക്സാമ്പിൾ ഐസ്ക്രീം എന്ന് പറയുന്ന ഒരു സാധനം എടുത്ത് നോക്കൂ. സമ്മറിൽ ആക്ച്വലി നല്ല യൂട്ടിലിറ്റി ആയിരിക്കും അതിനല്ലേ. കാരണം എന്താ, നമ്മൾ ഈ ചൂടായി വരണ്ട് താഴ്ച വരുന്ന സമയത്ത് ഐസ്ക്രീം കഴിക്കുമ്പോൾ ഭയങ്കരമായിരിക്കും. പക്ഷെ അതേസമയം വിന്ററിൽ അങ്ങനെയല്ല, അതിന് യൂട്ടിലിറ്റി വളരെ കുറവാണ്. കാരണം എന്താ, പനി പിടിക്കാനുള്ള സാധ്യതയുണ്ട്, തൊണ്ടവേദന എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഓണർഷിപ്പ് മാറുന്നതിനനുസരിച്ച് യൂട്ടിലിറ്റി മാറും, പ്ലഷർ മാറുന്നതിനനുസരിച്ച് യൂട്ടിലിറ്റി മാറും. യൂട്ടിലിറ്റി ഒരിക്കലും പ്ലഷറുമായിട്ട് ഈക്വൽ ആയിക്കോണം നിർബന്ധമില്ല, ആൻഡ് സാറ്റിസ്ഫാക്ഷനോട് ഈക്വൽ ആയിക്കോണം നിർബന്ധമില്ല. ഇതൊക്കെയാണ് യൂട്ടിലിറ്റിയുടെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, പക്ഷെ മിക്കവാറും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണാറുള്ള ഒരു ചോദ്യമാണ്. യൂട്ടിലിറ്റി ക്രിയേറ്റഡ് ബൈ സ്റ്റോറേജ് ഇസ് നോൺ ആസ് യെസ് ടൈം യൂട്ടിലിറ്റി അല്ലേ. എന്തൊക്കെയാണെന്ന് അറിയാലോ? ഫോം യൂട്ടിലിറ്റിയും, പ്ലേസ് യൂട്ടിലിറ്റിയും, ടൈം യൂട്ടിലിറ്റിയും, പൊസഷൻ യൂട്ടിലിറ്റിയും. ജസ്റ്റ് ഒന്നും കൂടി വെറുതെ ഒന്ന് ഓടിച്ചു വിടുവാണ്. എക്സാമ്പിൾ മാത്രം നോക്കി പോവാ. ഫോം യൂട്ടിലിറ്റി ഒരു സാധനത്തിന്റെ രൂപം മാറുന്നതിലൂടെ അല്ലെ. കാപ്പിപ്പൊടി കാപ്പിക്കുരു എന്ന് പറയുന്നത് കാപ്പിപ്പൊടി ആവുന്ന സമയത്ത്, ബ്ലാക്ക് പെപ്പർ എന്ന് പറയുന്നത് ബ്ലാക്ക് പെപ്പർ പൗഡർ ആവുന്ന സമയത്ത്, തേങ്ങ എന്ന് പറയുന്നത് നാറ്റാടി കൊക്കോ ആവുന്ന സമയത്ത് അല്ലെ. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കൊക്കോ എന്ന് പറയുന്നത് ചോക്ലേറ്റ് ആവുന്ന സമയത്ത് ഒക്കെ എന്താണ്, ഫോം യൂട്ടിലിറ്റി വരുവാണ്. കൂടുതൽ ആവശ്യത്തെ സഫലമാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കമ്മോഡിറ്റിക്ക് സാധിക്കുന്നു ഫോം യൂട്ടിലിറ്റി. സ്ഥലം മാറുമ്പോൾ കിട്ടുന്ന യൂട്ടിലിറ്റി പ്ലേസ് യൂട്ടിലിറ്റി. ആപ്പിൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് ടൈം യൂട്ടിലിറ്റി അല്ലെ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്റ്റോറേജ് ഓഫ് സീസൺ, ഓൺ സീസൺ സ്റ്റേജിൽ. ഇപ്പൊ ഈ പറയുന്ന നമുക്കിപ്പോൾ മാമ്പഴക്കാലമാണ് അല്ലെ, പക്ഷെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കും മാങ്ങ കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം സ്റ്റോറേജ് വഴി ഇതിന്റെ പൾപ്പോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്നതിനെയാണ് നമ്മൾ ടൈം യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ പൊസഷൻ യൂട്ടിലിറ്റി, ബൈങ് ആൻഡ് സെല്ലിംഗ് വഴി അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓണർഷിപ്പ് വഴി നമുക്ക് ക്രിയേറ്റഡ് ആവുന്ന യൂട്ടിലിറ്റി. ഫോർ എക്സാമ്പിൾ, ഒരു സംഗതി കടം മേടിച്ച് ഞാൻ ഉപയോഗിക്കുന്നതും അറ്റ് ദ സെയിം ടൈം ഞാനത് സ്വന്തമായി എന്റെ കയ്യിലിരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുമ്പോഴും എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. അതിനാണ് പൊസഷൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആപ്പിൾ ഗ്രോവർ സപ്ലൈസ് apples from Kashmir to Kerala and creates food. What kind of utility? ഏത് തരത്തിലുള്ള യൂട്ടിലിറ്റി ആണ്? യെസ്, പ്ലേസ് യൂട്ടിലിറ്റി ആണ് അല്ലേ. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, പ്ലേസ് യൂട്ടിലിറ്റി ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്? There can be a general rise or fall in the value of the commodity. There can be a general rise or fall in the price of the commodity. All wealth is money and all money is not wealth. Utility means usefulness. ആൻസർ ചെയ്യാമോ? പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിക്കാണ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് വരുന്നത് അല്ലേ. ആൻഡ് നമുക്ക് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സിലെ തെറ്റുകൾ എന്താണെന്ന് കൂടി പഠിച്ചു കഴിഞ്ഞാൽ 4 ചോദ്യങ്ങളായി അല്ലേ. ദർ ക്യാൻ ബി ജനറൽ റൈസ് ഓർ ഫാൾ ഇൻ ദ വാല്യൂ ഓഫ് ദ കമ്മോഡിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വാല്യൂ ഓഫ് ദ കമ്മോഡിറ്റി. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു അല്ലേ. വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് എക്സ്ചേഞ്ചബിലിറ്റി എന്നാണ്, അല്ലെങ്കിൽ ദ എബിലിറ്റി ഓഫ് എ ഗുഡ് ടു കമാൻഡ് അതർ ഗുഡ് ഇൻ എക്സ്ചേഞ്ച്. അതിനാണ് നമ്മൾ പൊതുവെ എന്താ പറയുന്നത് വാല്യൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ഗുഡിനെ എനിക്ക് കമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ ഉണ്ടെങ്കിൽ എന്റെ കമ്മോഡിറ്റിക്ക് വാല്യൂ ഉണ്ടെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു പേന എനിക്ക് നീ അങ്ങോട്ട് തരുവാണെങ്കിൽ എനിക്ക് തിരിച്ചൊരു പെൻസിൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പേനയ്ക്ക് വാല്യൂ ഉണ്ടായിരിക്കണം. മഷി തീർന്നൊരു പേനയാണ് ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ട് നിന്റെ പേന എനിക്ക് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതിനൊരിക്കലും തരാൻ കൂട്ടാക്കില്ല. കാരണം എന്താ, എന്റെ പേനയ്ക്ക് വാല്യൂ ഇല്ല, അവന്റെ പേനയ്ക്ക് വാല്യൂ ഉണ്ടല്ലേ. ആൻഡ് വാല്യൂ എന്ന് പറയുന്ന ഒരു എബിലിറ്റി മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. ഓക്കെ, സോ വാല്യൂ
ജനറൽ റൈസോ ഫാളോ സംഭവിക്കത്തില്ല. ദർ വിൽ നോട്ട് ബി എനി ജനറൽ റൈസ് ഓർ ഫാൾ ഇൻ ദ വാല്യൂ ഓഫ് ദ കമ്മോഡിറ്റി എന്ന് പറഞ്ഞാലേ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാവത്തുള്ളൂ. ഇനി ആ വാല്യൂവിനെ തന്നെ നമ്മൾ മോണിറ്ററി ടേംസിൽ എഴുതി കഴിഞ്ഞാൽ അത് പ്രൈസ് ആവും. പക്ഷെ പ്രൈസ് കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. കാരണം എന്താ, നമ്മുടെ ജനറൽ പ്രൈസ് ലെവൽ അതിനെ ബാധിച്ചേക്കും അല്ലേ. പണ്ട് നമുക്ക് ഈ പറയുന്ന പോപ്പിൻസ് എന്ന് പറയുന്നത് 2 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന, പക്ഷെ ഇപ്പൊ 5 രൂപയ്ക്കായില്ലേ. എന്തുകൊണ്ടാണ്? ജനറൽ പ്രൈസ് ലെവൽ കാരണമാണ് അല്ലേ. പക്ഷെ പോപ്പിൻസിന്റെ ക്വാളിറ്റി കൂടിയിട്ടുണ്ടോ? പോപ്പിൻസിന്റെ എന്താണ് രുചിക്ക് വല്ല വ്യത്യാസം വന്നിട്ടുണ്ടോ? ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലേ. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിക്ക് എന്ത് സംഭവിക്കാം? ഇൻക്രീസോ ഡിക്രീസോ ഒക്കെ സംഭവിക്കാം. യൂട്ടിലിറ്റി മീൻസ് യൂസ്ഫുൾനെസ് അല്ല എന്നുള്ള കാര്യം നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടതാണ്. ആൻഡ് ഓൾ വെൽത്ത് ഇസ് മണി ആൻഡ് ഓൾ മണി ഈസ് നോട്ട് വെൽത്ത്. ഇവിടെ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, വെൽത്ത് എന്ന് പറയുന്ന ഒരു വലിയ കാറ്റഗറിയിലെ ഒരു ചെറിയ കഷ്ണം മാത്രമാണ് മണി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓൾ മണി ഈസ് വെൽത്ത് നമുക്ക് വേണേൽ പറയാം അല്ലെ. ഓൾ മണി ക്യാൻ ബി കൺസിഡർ ആസ് വെൽത്ത്, പക്ഷെ ഓൾ വെൽത്ത് ഇസ് നോട്ട് മണി എന്നാണ് നമ്മൾ പറയേണ്ടത്. പക്ഷെ ഇവിടെ കൊടുത്തേക്കുന്ന എന്താ? ഓൾ വെൽത്ത് ഇസ് മണി എന്നാ പറഞ്ഞത് അല്ലെ. ഓൾ വെൽത്ത് മണി അല്ല, കാരണം മണി അല്ലാത്ത വെൽത്തുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, റിവർ എന്ന് പറയുന്ന ഒരു വെൽത്താണ്. ഓക്കെ, ലാൻഡ് എന്ന് പറയുന്ന ഒരു വെൽത്താണ് അല്ലെ. ചിലപ്പോൾ നമുക്ക് ബോറോ ചെയ്ത് കിട്ടിയിരിക്കുന്ന കുറച്ച് ഫോറിൻ കറൻസികൾ എന്ന് പറയുന്നത് ഒരു വെൽത്താണ്. ഗോൾഡ് എന്ന് പറയുന്ന ഒരു വെൽത്താണ്. സോ ഇതെല്ലാം മണിയാണോ? അല്ല. മണി ക്യാൻ ബി കൺസിഡർഡ് ആസ് വെൽത്ത്, ബട്ട് ഓൾ വെൽത്ത് ഇസ് നോട്ട് മണി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, സോ ഇവിടെ ആൻസർ ബി ആണ്. ആൻഡ് ഒരു കമ്മോഡിറ്റിക്ക് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ 3 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അത് ഫോളോ ചെയ്തിരിക്കണം. ഗുഡിന് യൂട്ടിലിറ്റി ഉണ്ടാവണം, ഗുഡ് സ്കാർസ് ആയിരിക്കണം, ആൻഡ് ഗുഡ് എന്ന് പറയുന്നത് ട്രാൻസ്ഫറബിൾ ആയിരിക്കണം. ആൻഡ് എനിത്തിങ് വിച്ച് ഇസ് ഹാവിംഗ് വാല്യൂ ക്യാൻ ബി കൺസിഡർഡ് ആസ് വെൽത്ത് അല്ലെ. ഏതൊരു സാധനത്തിനും വാല്യൂ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് വെൽത്ത് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആൻഡ് വാല്യൂവിനെ നമ്മൾ മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയും? പ്രൈസ് എന്ന് പറയും. ഓക്കെ, ഇൻ എക്കണോമിക്സ് ദ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ടു ഹാവ് വാല്യൂ ഷുഡ് പൊസസ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലേ. യെസ്, യൂട്ടിലിറ്റി വേണം, ട്രാൻസ്ഫറബിലിറ്റി വേണം, സ്കാർസിറ്റി വേണം. യെസ്, ഡി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗുഡ്സ് പൊസസ് വാല്യൂ ഇൻ എക്സ്ചേഞ്ച്? യെസ്, വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ 2 തരത്തിൽ പറയാനുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് വാല്യൂ ഇൻ യൂസ് ആണ്. രണ്ടാമത്തെന്ന് പറയുന്നത് എന്താണ്? വാല്യൂ ഇൻ എക്സ്ചേഞ്ച് ആണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന വാല്യൂ ഇൻ യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും വാല്യൂ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അത് ഈ പറയുന്ന ഫ്രീ ഗുഡ്സിനും എക്കണോമിക് ഗുഡ്സിനും ഉണ്ട് അല്ലെ. അപ്പൊ ഈ പറയുന്ന ഫ്രീ ഗുഡ്സിനും എക്കണോമിക് ഗുഡ്സിനും നമുക്ക് കിട്ടുന്നത് വാല്യൂ ഇൻ യൂസ് ആണ്. പക്ഷെ വാല്യൂ ഇൻ എക്സ്ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും വാല്യൂ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഫ്രീ ഗുഡ്സ് ഞാൻ പോയി ട്രാൻസ്ഫർ ചെയ്താൽ എനിക്കൊന്നും കിട്ടത്തില്ല. ഞാൻ നിനക്ക് കുറച്ച് സൺലൈറ്റ് കൊണ്ടുതരാന്ന് പറഞ്ഞാലോ, ഞാൻ നിനക്ക് പുഴക്കരയിൽ നിന്ന് കുറച്ച് വെള്ളം കോരി തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും എനിക്ക് പേ ചെയ്യാൻ പോകുന്നില്ല അല്ലെ. കാരണം എന്താ? അത് ഫ്രീ ഗുഡാണ്, അവർക്കും അത് ആക്സസബിൾ ആണ് ഫ്രീ ആയിട്ട്. അതുകൊണ്ട് തന്നെ അതിന് വാല്യൂ ഇൻ എക്സ്ചേഞ്ച് ഇല്ല. പക്ഷെ എക്കണോമിക് ഗുഡ്സിന് വാല്യൂ ഇൻ എക്സ്ചേഞ്ച് ഉണ്ട്. സോ വാല്യൂ ഇൻ യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോത്ത് ഓഫ് ദ എബോവ് ആണ് കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ വാല്യൂ ഇൻ യൂസ് ആയിരുന്നെങ്കിൽ ബോത്ത് ഓഫ് ദ എബോവ് ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇവിടെ ആൻസർ ബി ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്? വായിച്ചിട്ട് പറഞ്ഞേ. വാല്യൂ ഇസ് അബ്സല്യൂട്ട് ആൻഡ് നോട്ട് റിലേറ്റീവ്. വാല്യൂ ഇസ് റിലേറ്റീവ് ആൻഡ് ബട്ട് നോട്ട് അബ്സല്യൂട്ട്. There can be general rise or fall in the value of the commodity. All wealth is money and all money is not wealth. യെസ്, ആൻസർ ബി ആണ് അല്ലെ. വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവ് ആണ് അല്ലെ. നമുക്ക് ഒരിക്കലും ഇത് അളക്കാൻ പറ്റത്തില്ല, പക്ഷെ മറ്റൊരു കമ്മോഡിറ്റി വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. വാല്യൂ എന്ന് പറയുന്നത് അളക്കാൻ പറ്റത്തില്ല. പ്രൈസ് ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അബ്സല്യൂട്ട് ആണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പ്രൈസിനെ നമുക്ക് അബ്സല്യൂട്ട് ഒരു ക്വാണ്ടിഫൈ ചെയ്യപ്പെടുന്ന രീതിയിലാണ്. പക്ഷെ വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ്? നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. പക്ഷെ നമുക്ക് വേണമെങ്കിൽ റാങ്ക് ചെയ്യാൻ പറ്റും. എന്റെ മുന്നിലിരിക്കുന്ന 3 ആപ്പിൾ, ഒരെണ്ണം നന്നായി പഴുത്തത്, പുഴുവരിക്കുന്നത്, പിന്നെ ഒരെണ്ണം ഒരു മീഡിയം പഴുപ്പുള്ളത്. സോ ഏതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ തരുന്നത് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ എത്രയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ. വാല്യൂസ് റിലേറ്റീവ് ആൻഡ് നോട്ട് അബ്സല്യൂട്ട് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. വെൽത്ത് കൺസിസ്റ്റ് ഓഫ് ഓൾ പൊട്ടൻഷ്യലി എക്സ്ചേഞ്ചബിൾ മീൻസ് ഓഫ് സാറ്റിസ്ഫൈങ് ഹ്യൂമൻ നീഡ്സ് എന്ന് ഡിഫൈൻ ചെയ്തത് ആരാണ്? യെസ്, വെൽത്തിന്റെ ബേസിക് ഡെഫിനേഷൻ ആണ്. വെൽത്തിന്റെ ബേസിക് ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, മനുഷ്യന്റെ മറ്റ് പല ആവശ്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ മീൻസിനെ നമ്മൾ പറയുന്നതാണ് വെൽത്ത് എന്ന് പറഞ്ഞ് വെൽത്തിനെ ഡിഫൈൻ ചെയ്ത ആളാണ് നമ്മുടെ ജെഎം കെയ്ൻസ്. ഓക്കെ, ജെഎം കെയ്ൻസ് ആണ് അങ്ങനെ ഡിഫൈൻ ചെയ്തത്. ആൻസർ ഡി ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആട്രിബ്യൂട്ട് ഓഫ് വെൽത്ത്? വെൽത്തിന്റെ ആട്രിബ്യൂട്ട് അല്ലാത്തത് ഏതാണ് ഇതിൽ? ഇന്റേണൽ ആയിരിക്കണം എന്നല്ലേ. ഗുഡ് മസ്റ്റ് ബി എക്സ്റ്റേണൽ എന്നുള്ളതാണെങ്കിലാണ് ഇത് കറക്റ്റ് ആയിട്ട് വരിക. സോ ഗുഡ് മസ്റ്റ് ബി പൊസസിങ് യൂട്ടിലിറ്റി ശരിയാണ്, ട്രാൻസ്ഫറബിൾ ആയിരിക്കണം, സ്കാർസ് ആയിരിക്കണം, ആൻഡ് ഇറ്റ് ഷുഡ് ബി എക്സ്റ്റേണൽ ടു പേഴ്സൺ എന്നാണ് പറയേണ്ടത്. സോ ആൻസർ ബി ആണ്. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വെൽത്ത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടിലിറ്റി വേണം, സ്കാർസിറ്റി വേണം, ട്രാൻസ്ഫറബിലിറ്റി വേണം, ആൻഡ് ഇറ്റ് ഷുഡ് ബി എക്സ്റ്റേണൽ ടു പേഴ്സൺ ആയിരിക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ കൺസിഡർ ആസ് വെൽത്ത്? ഏതിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് വെൽത്ത് ആയിട്ട്? ഫ്രീ ഗുഡ്സിനെയാണോ, എക്കണോമിക് ഗുഡ്സിനെയാണോ, ബോത്ത് ഓഫ് ദ എബോവ് ആണോ?
ഓക്കെ, ബോത്ത് ഓഫ് ദ എബോവ് എന്ന് പറയുന്നത്. വേറെ മറ്റെന്തെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? ചേഞ്ച് ചെയ്യണോ? ഫ്രീ ഗുഡ്സ് എന്നൊരു ആൻസർ വന്നിട്ടുണ്ട്. ആൻസർ ഏതാന്ന് നോക്കി. എക്കണോമിക് ഗുഡ്സ് ആണ് അല്ലെ, ബി ആണ് വരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ വെൽത്തിന് എന്തൊക്കെ വേണം നോക്കി. യൂട്ടിലിറ്റി വേണം. ഫ്രീ ഗുഡ്സിന് എക്കണോമിക് ഗുഡ്സിന് യൂട്ടിലിറ്റി ഉണ്ട്. ഓക്കെ, സ്കാർസിറ്റി വേണം. സ്കാർസ് ആണോ ഫ്രീ ഗുഡ്? സ്കാർസ് ആണോ? ഒരിക്കലല്ല. ഇവിടെ എന്താ സപ്ലൈ ഗ്രേറ്റർ ദാൻ ഡിമാൻഡ് അല്ലേ? സപ്ലൈ ഗ്രേറ്റർ ദാൻ ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ഗുഡ്സ് സ്കാർസ് ആണോ? സ്കാർസിറ്റി എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ടെർമിനോളജി ഫോളോ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഫ്രീ ഗുഡ്സിനെ വെൽത്ത് ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. ക്ലിയർ അല്ലേ? ഫ്രീ ഗുഡ്സിനെ പൊതുവെ നമ്മൾ വെൽത്ത് ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നേക്കും. എവിടെയാന്ന് വെച്ചാൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് വെൽത്ത് പറയുന്ന സമയത്ത് ഇൻഡിവിജ്വൽ വെൽത്തും നാഷണൽ വെൽത്തും ഒക്കെ പറയുമ്പോൾ, കോസ്മോപോളിറ്റൻ വെൽത്ത് ഒക്കെ പറയുമ്പോൾ ഓഷ്യാനിക് റിസോഴ്സസ്, പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റിവർ, ഇങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ നമ്മൾ വെൽത്ത് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് ആ ക്ലാസിഫിക്കേഷനിൽ സെപ്പറേറ്റ് ലൈക്ക് വേറൊരു സംഗതിയാണത്. നമ്മൾ പൊതുവെ വെൽത്തിനെ ഡിഫൈൻ ചെയ്ത് ക്യാരക്ടറൈസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കീഴിലേക്ക് പറയുന്ന സംഗതികൾ വരത്തില്ല. സോ ഒരിക്കലും എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ ഇത് ആലോചിക്കരുത്. എക്സാമ്പിൾ വെച്ച് ആലോചിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ക്ലാസിഫിക്കേഷൻ സെപ്പറേറ്റ് വേറൊരു സംഗതിയായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? യെസ്. അതിന്റെ പേരിൽ ഒരുപാട് ചിന്തിച്ച് സമയം കളയരുത് കേട്ടോ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാൾസ് അണ്ടർ നെഗറ്റീവ് വെൽത്ത്? ഏതാണ് നെഗറ്റീവ് വെൽത്ത്? അറിയാലോ. റിവറും റോഡും ബിൽഡിങ്സും ഒക്കെ എന്താണ്? ബാക്കിയുള്ള നമ്മുടെ കോസ്മോപോളിറ്റനും മറ്റേ നാഷണൽ വെൽത്തും ഒക്കെ ആയിട്ട് വരുന്ന സാധനമാണ്. ഡെപ്സ് ഓഫ് ദ കൺട്രി ആണ്, അല്ലെങ്കിൽ ഡെപ്സ് ഓഫ് എൻ ഇൻഡിവിജ്വൽ എടുത്താലും നെഗറ്റീവ് വെൽത്ത് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആൻസർ ഡി ആണ്. ഡാഷ് ആർ ദ വോൺസ് വിച്ച് ആർ എസെൻഷ്യൽ ആൻഡ് വിത്തൗട്ട് വിച്ച് വി കാനോട്ട് സർവൈവ്? ഏതാണ്? യെസ്, നമ്മുടെ വോൺസിനെ നമ്മൾ പൊതുവെ ക്ലാസിഫൈ ചെയ്യുന്നത് നെസസറീസ്, കംഫർട്ട്സ്, ലക്ഷറീസ് എന്നാണ്. അതിന്റെ അകത്ത് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാധനം ഉണ്ടെങ്കിൽ അത് നമ്മുടെ നെസസറീസ് ആണ്. ഇതിന്റെ അകത്താണ് നമ്മുടെ ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊതുവെ നെസസറീസിലാണ് വരുന്നത്. സോ ആൻസർ സി ആണ്. ഓക്കെ, അറിയാലോ എന്തൊക്കെയാണ് നെസസറീസ് എന്താന്ന്. സൂപ്പർഫ്ലൂയസ് കൺസംപ്ഷൻ ഏതാണ്? ലക്ഷറീസ് ആണ് കേട്ടോ. സൂപ്പർഫ്ലൂയസ് കൺസംപ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ലക്ഷറീസ് എന്നാണ് പറയാ. ലക്ഷറീസ് ഒരിക്കലും വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ, പൊതുവെ അങ്ങനെയും ഡിഫൈൻ ചെയ്യാറുണ്ട്. വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചർ ആണ് ലക്ഷറീസിന്, കാരണം അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെയാണ്. പക്ഷെ ലക്ഷറീസ് എന്ന് പറയുന്ന സാധനം എക്കണോമിക് ആക്ടിവിറ്റിയിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതുകൊണ്ട് ഒരിക്കലും നമുക്ക് അതിന്റെ ഒരു വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് പറയാൻ പറ്റില്ല. ആൻഡ് നെസസറീസിനും ലക്ഷറീസിനും ഇടയ്ക്ക് കിടക്കുന്ന സ്ഥാനത്ത് നമ്മൾ പൊതുവെ കംഫർട്ട്സ് എന്ന് പറയും. ഡാഷ് ആർ ദ ബേസിക് വാണ്ട്സ് വിച്ച് വി ആർ ഫോഴ്സ്ഡ് ടു ഡു സോ or use either by social customs or people around us expect us to do so? ഏത് ടൈപ്പാണ്? സോ നെസസറീസിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടല്ലേ. നെസസറീസ് ഓഫ് എക്സിസ്റ്റൻസ് എന്നും നെസസറീസ് ഓഫ് എഫിഷ്യൻസി എന്നും കൺവെൻഷണൽ നെസസറീസ് എന്നും ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനകത്ത് കൺവെൻഷണൽ നെസസറീസ് എന്താണ്? ഔട്ട് ഓഫ് കസ്റ്റംസ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ടബൂസ് നമ്മൾ നിർബന്ധിതമായി ഫോളോ ചെയ്യേണ്ടി വരുന്ന ചില കാര്യങ്ങളാണ് കൺവെൻഷണൽ നെസസറീസ് എന്ന് പറയുന്നത്. നമ്മുടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ചില പ്രത്യേക രീതിയിലുള്ള ചടങ്ങുകളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ നിർബന്ധിതരാകുന്നതിന് പൊതുവെ നമ്മൾ എന്താ പറയുക, കൺവെൻഷണൽ നെസസറീസ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡിമാൻഡ് കർവ് റെപ്രസെന്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. ഒരു ഡിമാൻഡ് കർവ് എന്തൊക്കെ കാര്യങ്ങളുമായിട്ടുള്ള ടെക്നിക്കൽ റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത്? യെസ്, പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് അല്ലെങ്കിൽ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ എ കൺസ്യൂമറിനെയാണ് നമ്മൾ പൊതുവെ ഡിമാൻഡ് കർവിൽ ഡെപ്പിക്ട് ചെയ്യാറുള്ളത് അല്ലേ. യെസ്, സോ ആൻസർ എന്താണ്? ആൻസർ സി ആണ് അല്ലേ. സി ആണ്, സോറി, ആൻസർ ബി ആണ്. പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് ആണ്. പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിലോ? പ്രൊഡ്യൂസ്ഡ് അല്ല, പൊതുവെ സപ്ലൈഡ് എന്നാണെന്നുണ്ടെങ്കിൽ അതെന്താവും? അതൊരു സപ്ലൈ കർവ് റെപ്രസെന്റേഷൻ ആവും അല്ലെ. പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ് ആണെന്നുണ്ടെങ്കിൽ അത് പ്രൈസ് എന്താണ്, ഒരു സപ്ലൈ കർവിന്റെ റെപ്രസെന്റേഷൻ ആവും. ഇതാണ് ഡിമാൻഡ് കർവ്, അറിയാലോ. എക്സ് ആക്സിസിൽ നമ്മൾ ക്വാണ്ടിറ്റി എടുക്കും, വൈ ആക്സിസിൽ നമ്മൾ പ്രൈസ് എടുക്കും. സോ കൂടുതൽ പ്രൈസിൽ കുറവ് ആപ്പിള്, കുറഞ്ഞ പ്രൈസിൽ കൂടുതൽ ആപ്പിൾ നമുക്ക് മേടിക്കാൻ പറ്റും. സോ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത്. അക്കോർഡിംഗ് ടു കാർഡിനാലിറ്റി അപ്രോച്ച് ഓഫ് അനലൈസിംഗ് ദ കൺസ്യൂമർ ബിഹേവിയർ, കാർഡിനാലിറ്റി അപ്രോച്ചിനനുസരിച്ച് യൂട്ടിലിറ്റിയുടെ പരിപാടികൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറഞ്ഞേ. യൂട്ടിലിറ്റി മെഷറബിൾ ആണെന്നുള്ളത് ഒരു ബേസിക് ഫണ്ടമെന്റൽ അസംഷൻ ഓഫ് കാർഡിനൽ അപ്രോച്ച് ആണ് അല്ലെ. കാർഡിനൽ അപ്രോച്ചിന്റെ പിതാവ് ആരാന്ന് അറിയാലോ? ആരായിരുന്നു കാർഡിനൽ അപ്രോച്ച് കൊണ്ടുവന്ന? ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. യെസ്, സോ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? മെഷറബിൾ ആണ് എന്നുള്ളതാണ് കാർഡിനൽ അപ്രോച്ചിന്റെ ഒരു ബേസിക് അസംഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അനലൈസിംഗ് ദ കൺസ്യൂമർ ബിഹേവിയറിന് നമ്മൾ പൊതുവെ രണ്ട് അപ്രോച്ചസ് ആണ് എടുക്കാറുള്ളത്. ഒന്ന് കാർഡിനൽ അപ്രോച്ചും രണ്ടാമത്തത് ഓർഡിനൽ അപ്രോച്ചും. കാർഡിനൽ അപ്രോച്ചിന് നമ്മൾ യൂട്ടിലിറ്റി അനാലിസിസ് എന്നോ മാർഷാലിൻ അപ്രോച്ച് എന്നോ പറയാറുണ്ട്. ഓർഡിനൽ അപ്രോച്ചിന് നമ്മൾ പൊതുവെ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്നും പറയാറുണ്ട്. ഓർഡിനൽ അപ്രോച്ചിൽ, കാർഡിനൽ അപ്രോച്ചിൽ നമ്മൾ മെഷർ ചെയ്യുമായിരുന്നെങ്കിൽ ഓർഡിനൽ അപ്രോച്ച് അത് മെഷർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള റിയലിസ്റ്റിക് അസംഷനിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു യൂട്ടിലിറ്റി ഓർ മാർഷാലിൻ അനാലിസിസ് ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയർ,
മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസംഷൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. യെസ്, ഇത് ഒരു മിയർ അസംഷൻ മാത്രമാണ്. നിങ്ങളിത് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം ഇതിൽ നമ്മൾ ഇങ്ങനെ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ലോ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആസ് മണി സ്പെൻഡിങ് ഇൻക്രീസസ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് കോൺസ്റ്റന്റ് എന്നാണ് ഈ പറയുന്ന മാർഷാലിൻ അപ്രോച്ച് അല്ലെങ്കിൽ യൂട്ടിലിറ്റി അപ്രോച്ച് വെച്ചിട്ട് നമ്മൾ പറയാറുള്ളത്. സോ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് കോൺസ്റ്റന്റ് വിത്ത് ഇൻക്രീസ് ഇൻ ദ മണി സ്പെൻഡിങ് എന്നുള്ളതാണ് ക്ലിയർ ആയിട്ട് വരുന്നത്. ഇൻ ദ പ്രോസസ് ഓഫ് കൺസംഷൻ ദ കൺസ്യൂമർ സ്റ്റോപ്സ് പർച്ചേസിംഗ് ദ കമോഡിറ്റി അറ്റ് ദ പോയിന്റ് വെയർ. എപ്പോഴാണ് നമ്മുടെ കൺസ്യൂമർ അക്കോർഡിംഗ് ടു ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പ്രകാരം കൺസംഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്? ശ്രദ്ധിച്ച് ആൻസർ ചെയ്തേ, നോക്കിയിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്തേ. യെസ്, മാർജിനൽ യൂട്ടിലിറ്റിയും പ്രൈസും ഈക്വൽ ആകുമ്പോഴാണ് അല്ലെ, അതായത് നമുക്ക് കിട്ടുന്ന അഡീഷണൽ സാറ്റിസ്ഫാക്ഷനും നമ്മൾ പേ ചെയ്യുന്ന പ്രൈസും ഓൾമോസ്റ്റ് സിമിലർ ആകുമ്പോൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ പൊതുവെ നമ്മൾ ഈ പറയുന്ന മാർജിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളൊരു സാധനം ഞാൻ ക്ലിയർ ആക്കി തരാം. പൊതുവെ ഞാൻ പറയാറുണ്ട് അല്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് പ്രകാരം നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ അളക്കുന്നത് പൊതുവെ യൂട്ടിൽസ് എന്ന് പറയുന്ന ടെർമിനോളജിയിലാണ് അല്ലെ. യൂട്ടിൽസ് എന്ന് പറയുന്ന ഒരു സാധനം ഒരു ഇമാജിനറി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ഒരു പ്രോക്സി വേരിയബിൾ എടുക്കാറുണ്ട്. അതിനെ നമ്മൾ പ്രൈസ് എന്നും പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ആപ്പിളുകൾ കഴിക്കാൻ പോകണം അല്ലെങ്കിൽ ഞാൻ മാങ്ങ കഴിക്കാൻ പോകണം. ഓക്കെ, സോ ഞാൻ ക്വാണ്ടിറ്റി ഓഫ് മാങ്ങയാണ് എന്താണ്, ഒരു മാങ്ങ കഴിക്കുന്നു, 2 മാങ്ങ കഴിക്കുന്നു, 3 മാങ്ങ കഴിക്കുന്നു, 4 മാങ്ങ കഴിക്കുന്നു, 5 മാങ്ങ കഴിക്കുന്നു. സോ ഓരോ മാങ്ങയുടെയും പ്രൈസ് 5 രൂപയാണെന്ന് കരുതൂ. എല്ലാ മാങ്ങയുടെ പ്രൈസും എന്താണ്, യൂണിറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 5 രൂപയാണ് അല്ലെ. പക്ഷെ ഫസ്റ്റ് എനിക്ക് കിട്ടുന്ന, ആദ്യം ഞാൻ കഴിക്കുന്ന മാങ്ങയിൽ നിന്ന് കിട്ടുന്ന എന്റെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ. ഇതിനെ ഞാൻ യൂട്ടിൽസിൽ എഴുതാതെ ഞാൻ പ്രൈസിൽ എഴുതാന്ന് കരുതൂ. ആദ്യത്തെ മാങ്ങ കഴിക്കുമ്പോൾ എനിക്ക് എത്ര രൂപയുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു? ഞാൻ പേ ചെയ്യുന്ന 5 രൂപയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ എനിക്കൊരു 15 രൂപയ്ക്ക് ഞാൻ മാങ്ങ മേടിച്ച് 15 രൂപ ഞാൻ കൊടുത്ത സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് ആദ്യത്തെ മാങ്ങയിൽ നിന്ന് കിട്ടുന്നത്. രണ്ടാമത്തിൽ നിന്ന് എനിക്ക് ചിലപ്പോൾ 10 ആയിരിക്കും, മൂന്നാമത്തിൽ നിന്ന് എനിക്ക് ചിലപ്പോൾ 5 ആയിരിക്കും, നാലാമത്തിൽ നിന്ന് എനിക്ക് ചിലപ്പോൾ 2 ആയിരിക്കും, അഞ്ചാമത്തിൽ നിന്ന് എനിക്ക് ചിലപ്പോൾ 0 ആയിരിക്കും. സോ ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞ് 0-ലെത്തി അല്ലെ. പക്ഷെ ഇവിടെ ഞാൻ എന്റെ പ്രൈസും മാർജിനൽ യൂട്ടിലിറ്റി നോക്കുകയാണെങ്കിൽ ഞാൻ ഒന്നാമത്തെ മാങ്ങ കഴിക്കുമ്പോൾ 5 രൂപ ഞാൻ കൊടുക്കുന്നുള്ളൂ, പക്ഷെ 15 രൂപയുടെ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ മാങ്ങയ്ക്ക് ഞാൻ 5 രൂപ കൊടുക്കുന്നുള്ളൂ, പക്ഷെ അപ്പോഴും എനിക്ക് 10 രൂപയുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ മാങ്ങയ്ക്ക് ഞാൻ 5 രൂപ കൊടുക്കുന്നുള്ളൂ, പക്ഷെ അതേ 5 രൂപയുടെ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടി. പക്ഷെ നാലാമത്തെ മാങ്ങയിലേക്ക് ഞാൻ പ്രൊസീഡ് ചെയ്ത് എന്ത് ചെയ്യണം, 5 രൂപയുടെ അഡീഷണൽ മാങ്ങ ഞാൻ മേടിച്ചിട്ട് കേവലം 2 രൂപയുടെ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ ഞാൻ എവിടെ സ്റ്റോപ്പ് ചെയ്യും? എന്റെ മൂന്നാമത്തെ വാങ്ങയിൽ സ്റ്റോപ്പ് ചെയ്യും അല്ലെ. അതിനെയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, കൺസ്യൂമർ സ്റ്റോപ്സ് പർച്ചേസിംഗ് ദ കമോഡിറ്റി അറ്റ് ദ പോയിന്റ് വേർ മാർജിനൽ യൂട്ടിലിറ്റി ഈക്വൽ ടു പ്രൈസ്. ഈ എന്താണ് യൂട്ടിൽസ് എന്ന് പറയുന്ന സാധനത്തിന് പകരം നമ്മൾ പ്രൈസ് എന്ന് പറയുന്ന ഒരു സംഗതി കൂടി നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്വസ്റ്റ്യൻ വന്നത്. ക്ലിയർ ആണോ? യെസ്, ഇനി തെറ്റിക്കരുത് കേട്ടോ. യെസ്, ആൻസർ സി ആണ്. ഓക്കെ, ടേബിൾ ഇട്ടിരുന്നല്ലേ, ഞാൻ മറന്നുപോയത്. യെസ്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഓൾസോ കോൾഡ് ആസ്. എന്താണ് LDMന്റെ മറ്റു പേരുകൾ? നിങ്ങൾ ഈ ഓൾ ഓഫ് ദ ഡേ എബോവ് കാണുമ്പോഴത്തേക്കും ചാടി കയറി കുത്തരുത് കേട്ടോ, ശ്രദ്ധിച്ച് നോക്കണേ. ലോ ഓഫ് ഇൻഡിഫറൻസ്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണോ ലോ ഓഫ് ഇൻഡിഫറൻസ്? തെറ്റാണ് അല്ലെ. ലോ ഓഫ് ഇൻഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ, ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി ആയിരുന്നു അല്ലെ. ഗോസൻസ് ഫസ്റ്റ് ലോ ആണ്. ഇവിടെ ആൻസർ എന്താണ്, ബി ആണ് അല്ലെ. ലോ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓൾമോസ്റ്റ് ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി ആണ് അല്ലെ. സോ എയും സിയും വരത്തില്ല, ഗോസൻസ് ഫസ്റ്റ് ലോ എന്നുള്ളത് മാത്രമാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിക്ക്. ചില പുസ്തകങ്ങളിൽ നിങ്ങൾക്ക് ഇതിനെ ലോ ഓഫ് ലൈഫ് എന്നും കാണാം, ലോ ഓഫ് ലൈഫ് എന്നും പറയാറുണ്ട്. കാരണം ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണ് എക്കണോമിക്സിലെ ഒരു ഫണ്ടമെന്റൽ ലോ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ പറയുന്ന സാധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുറേ നിയമങ്ങൾ. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ പഠിച്ചതും പഠിക്കാത്തതുള്ള ഒത്തിരി നിയമങ്ങളുടെ ഫണ്ടമെന്റൽ ബേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ പൊതുവെ ലോ ഓഫ് ലൈഫ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു സാഹചര്യം വേണമെങ്കിലും എടുത്തു നോക്കിക്കോളൂ, നിങ്ങൾക്ക് പറയുന്ന ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആപ്ലിക്കബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ക്ലാസ് കൂടാൻ നിൽക്കുന്ന സമയത്ത്, തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യുന്ന 10 ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ക്ലാസ് എൻഡ് ചെയ്യാനാകുമ്പോഴത്തേക്ക് നിങ്ങൾ മടുത്ത് വെറുക്കി നിങ്ങൾ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ഇൻടേക്ക് പോലും അല്ലെ, ബ്രെയിൻ ഇൻടേക്ക് പോലും ഈ പറയുന്ന സാധനത്തെ ഫോളോ ചെയ്താണ്ടിരിക്കുന്നത്. ആലോചിച്ചാൽ മനസ്സിലാവും. സോ അതുകൊണ്ടാണ് ഇതിനെ ലോ ഓഫ് ലൈഫ് എന്ന് പൊതുവെ പറയുന്നത്. ഓക്കെ, ആൻഡ് അക്കോർഡിംഗ് ടു ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ദ കൺസ്യൂമർ ഡിറൈവ്സ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ വെൻ മാർജിനൽ യൂട്ടിലിറ്റി ഈസ്. മാർജിനൽ യൂട്ടിലിറ്റി എത്ര ആവുമ്പോഴാണ് കൺസ്യൂമറിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്? യെസ്, ആ ഗ്രാഫൊക്കെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നുണ്ടല്ലോ അല്ലെ. ആ സമയത്ത് വരച്ചു നോക്കാൻ പോലും പോകാനുള്ള സമയം നിങ്ങൾ കളയരുതെന്നാണ് എൻ്റെ ആഗ്രഹം.
സോ അത്രയും തവണ നിങ്ങൾ തന്നെ വരച്ചും കണ്ടും വീണ്ടും 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 റിവൈസ് ചെയ്ത് നിങ്ങൾക്ക് ആ ടോട്ടൽ യൂട്ടിലിറ്റിന്റെയും മാർജിനൽ യൂട്ടിലിറ്റിന്റെയും ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കുക. സോ ഇവിടെ ആൻസർ 0 ആണ്. മാർജിനൽ യൂട്ടിലിറ്റി 0 ആയിരിക്കണം. അറിയാലോ, ഈ ഗ്രാഫ് മാത്രം നോക്കിയാൽ മതി. ടോട്ടൽ യൂട്ടിലിറ്റി ആദ്യം ഇൻക്രീസിംഗ് റേറ്റ്, കോൺസ്റ്റന്റ് റേറ്റ്, ഡിക്രീസിംഗ് റേറ്റ്, പിന്നെ അവസാനം എന്ത് ചെയ്യുന്നു, അത് കോൺസ്റ്റന്റ് ആക്കി നിൽക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? മാർജിനൽ യൂട്ടിലിറ്റി ആദ്യം പോസിറ്റീവ് ബട്ട് ഡിക്രീസിംഗ്, പിന്നെ അത് കുറഞ്ഞു 0 ആവുന്നു. മാർജിനൽ യൂട്ടിലിറ്റി 0 ആകുമ്പോഴാണ് നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ. ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് മാക്സിമം ആവുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ്? അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ 0 ആകുമ്പോഴാണ്. സോ മാർജിനൽ യൂട്ടിലിറ്റി 0 ആകുമ്പോഴാണ്. According to law of diminishing marginal utility, the consumer derives maximum satisfaction when? സെയിം ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻസ് മാത്രമേ മാറിയിട്ടുള്ളൂ. യെസ്, ടോട്ടൽ യൂട്ടിലിറ്റി സെയിം ആണെന്നാണ് അല്ലേ? കാരണം എന്താ? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് n മൈനസ് ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് n മൈനസ് 1 അല്ലേ? അപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് n ഉം ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് n മൈനസ് 1 ഉം ഈക്വൽ ആവുന്ന പോയിന്റിലല്ലേ മാർജിനൽ യൂട്ടിലിറ്റി ഈക്വൽ ടു 0 ആവുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ടി യു സെയിം ആവണം. ടി യു സെയിം ആണെന്നുണ്ടെങ്കിൽ മാത്രം, ഫോർ എക്സാമ്പിൾ 60 യൂട്ടിൽസോ ആയി കഴിഞ്ഞാൽ മാത്രമല്ലേ 60 മൈനസ് 60 എടുക്കുന്ന സമയത്ത് എനിക്ക് മാർജിനൽ യൂട്ടിലിറ്റി 0 കിട്ടുള്ളൂ. അപ്പൊ ടി യു ഈക്വൽ ടു സെയിം ആയിരിക്കണ്ടേ? സോ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ അല്ലേ? എനിക്ക് എല്ലാവരും ഒരു തംസപ്പ് തരാമോ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? യെസ്, താങ്ക് യു. അടുത്ത ചോദ്യം, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ആപ്ലിക്കബിൾ വെൻ? എപ്പോഴാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആപ്ലിക്കബിൾ ആവുന്നത്? യെസ്, ക്വാണ്ടിറ്റി ഓഫ് മണി അവൈലബിൾ വിത്ത് കൺസ്യൂമേഴ്സ് ഇസ് അൺലിമിറ്റഡ്. ഇനി ചിലപ്പോൾ മറ്റൊരു രീതിയിലായിരിക്കും, ഒരു റിസോഴ്സസ് എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ തരുന്നത്. റിസോഴ്സസ് വിത്ത് കൺസ്യൂമർ ഇസ് അൺലിമിറ്റഡ് ആവുന്ന സമയത്താണ് അല്ലെ? കാരണം എന്താ? എത്ര വേണമെങ്കിലും മേടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടല്ലേ? എത്ര വേണമെങ്കിലും. കാരണം കണ്ടിന്യൂസ് കൺസംഷൻ കഴിക്കണം എന്നുള്ളതാണ് നമ്മൾ പൊതുവെ ഇതിന്റെ അകത്ത് പറയുന്ന ഒരു അസംഷൻ. ഇപ്പൊ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് മണി അവൈലബിൾ വിത്ത് കൺസ്യൂമർ അൺലിമിറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ്. സോ ആൻസർ എ ആണ് വരിക. ക്ലിയർ ആണല്ലോ? എ ആണ്. വെൻ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ്, എന്താണ് മാർജിനൽ യൂട്ടിലിറ്റിക്ക് സംഭവിക്കുന്നത്? വെൻ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ്, വാട്ട് ഹാപ്പൻസ് ടു മാർജിനൽ യൂട്ടിലിറ്റി? യെസ്, പോസിറ്റീവ് ആണ് പക്ഷെ ഡിക്രീസിങ് ആണ് അല്ലെ? പോസിറ്റീവ് ആണ് പക്ഷെ ഡിക്രീസിങ് ആണ്. കാരണം എന്താ? ടോട്ടൽ യൂട്ടിലിറ്റി ഇങ്ങനെ കൂടി പോവുകയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം മാർജിനൽ യൂട്ടിലിറ്റി പോസിറ്റീവ് ആണ് ബട്ട് ഡിക്രീസിങ് ആണ്. ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 0 ആവും. ടോട്ടൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യുന്ന സമയമാണെങ്കിലോ മാർജിനൽ യൂട്ടിലിറ്റിക്ക് എന്ത് സംഭവിക്കും? നെഗറ്റീവ് ബട്ട് ഡിക്രീസിങ് ആയിരിക്കും അല്ലെ? നെഗറ്റീവ് ബട്ട് ഡിക്രീസിങ് ആണ്. യെസ്. The concept of production possibility frontier explains one of the fundamental problems of an economy. ഏത് പ്രോബ്ലം ആണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? What to produce, how to produce, how much to produce, for whom to produce. Yes, all of the above വരുന്നുണ്ട്. all ഒന്നുമില്ല, വാട്ട് ടു പ്രൊഡ്യൂസ് മാത്രമാണ്. എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നുള്ള കാര്യം ഓർത്താൽ മതി. പ്രൊഡക്ഷൻ പോസിബിലിറ്റി, ആ പേരിൽ നിന്ന് തന്നെ നോക്കിയേ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ആണ് അല്ലെ? സോ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ളതാണ്. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ 2 പ്രോഡക്ട്സ് ആണ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ റൈസ് ഉണ്ട്, ഇവിടെ മേ ബി അതിന്റെ സ്ട്രോ ഉണ്ട്. ഓക്കെ, റൈസ് ഉണ്ട്, സ്ട്രോ ഉണ്ട്. സോ ഇത് രണ്ടും ജോയിന്റ് പ്രൊഡക്ട്സും ആണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊതുവെ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഓരോ പോയിന്റിലും എന്താണ്? പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് 2 products which could be produced with the same amount of resources അല്ലെ? സെയിം എമൗണ്ട് ഓഫ് റിസോഴ്സസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന 2 പ്രൊഡക്ട്സിന്റെ ഓൾ പോസിബിൾ കോമ്പിനേഷൻസിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൽ പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എന്താണ് കോമ്പിനേഷൻ ഞാൻ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഞാൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണം, ഏത് ഞാൻ കുറവ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഡിസിഷനാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് വാട്ട് പ്രൊഡ്യൂസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ആയിരിക്കും ഈ പറഞ്ഞ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ നമുക്ക് തരിക. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. ക്ലിയർ അല്ലേ? പ്രൊഡക്ഷൻ എക്കണോമിക്സ് ആണ്, പക്ഷെ എന്താണ് സെയിം ടൈം നമ്മുടെ മൈക്രോ എക്കണോമിക്സ് ആയിട്ടൊക്കെ ഒരുപാട് ബന്ധമുള്ള ഒരു ചോദ്യമാണ്. ആൻഡ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് കർവിന് ഒരുപാട് അത് മറ്റു പേരുകളുണ്ട്. ഐസോ റിസോഴ്സ് കർവ് എന്ന് പറയുന്നത്. കാരണം എന്താ? ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് എമൗണ്ട് ഓഫ് റിസോഴ്സസ് കൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ഇതുണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. പിന്നെ ഐസോ ഫാക്ടർ കർവ് എന്ന് പറയാറുണ്ട്, ഓപ്പർച്യൂണിറ്റി കർവ് എന്ന് പറയാറുണ്ട്, ട്രാൻസ്ഫോർമേഷൻ കർവ് എന്ന് പറയാറുണ്ട്. അങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടാറുണ്ട്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഇൻ ജനറൽ എ കൺസ്യൂമർ സ്പെൻഡ്സ് ഹിസ് ഇൻകം ഇൻ അക്കോർഡൻസ് ടു. ഒരാളുടെ ഇൻകം അയാൾ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവെ ചെലവഴിക്കാറുള്ളത്? യെസ്, ലോ ഓഫ് ഇക്വിറ്റി മാർജിനൽ യൂട്ടിലിറ്റി പ്രകാരമാണ് അല്ലെ? കാര്യം എന്തുകൊണ്ടാണ്?
എൻ്റെ അടുത്ത് വളരെ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഇൻകം ആണ് എപ്പോഴും ഉണ്ടാവുക. റിസോഴ്സസ് ലിമിറ്റഡ് ആവുന്ന സമയത്ത് നമ്മൾ ഒബ്വിയസ്ലി ഗോയിങ് ഫോർ ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി. ഞാൻ ചെലവാക്കുന്ന എൻ്റെ ഓരോ രൂപയും എനിക്ക് തരുന്ന അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ് ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി പറയുന്നത്. സോ ആൻസർ ബി ആണ്. ഗോസൻ സെക്കൻഡ് ലോ എന്ന് പറയാറുണ്ട്. ഈ പറഞ്ഞ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉള്ള കാര്യം ഓർത്തിരിക്കണം. എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കും കേട്ടോ. ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റിയുടെ എക്സ്പ്രഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു PYQ കണ്ടിരുന്നല്ലേ? യെസ്. ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി ഡീൽസ് വിത്ത് എത്ര കമ്മോഡിറ്റീസ് ആണ്? മോർ ദാൻ വൺ കമ്മോഡിറ്റി അല്ലെ? ഒന്നിലധികം കമ്മോഡിറ്റീസ് നമുക്കിവിടെ കൺസിഡർ ചെയ്യാം. 2 കമ്മോഡിറ്റീസ് ഒന്നും റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. എത്ര കമ്മോഡിറ്റി വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നോക്കിയേ, ഇത് ഇവിടെ നോക്കിയാൽ മാർജിനൽ യൂട്ടിലിറ്റി എക്സ് എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റി, വൈ എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റി, സെഡ് എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റി ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ലേ? അങ്ങനെ എത്ര കമ്മോഡിറ്റീസ് വേണമെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ആൻസർ സി ആണ്. കൺസ്യൂമർ സർപ്ലസ് ഇസ് വർക്ക്ഡ് ഔട്ട് ബൈ ഓർ കൺസ്യൂമർ സർപ്ലസ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടും ചിലപ്പോൾ ചോദിച്ചേക്കാം. എ ആണല്ലേ? വാട്ട് ഈസ് ദ കൺസ്യൂമർ ഇസ് വില്ലിംഗ് ടു പേ ആൻഡ് വാട്ട് ഇസ് ആക്ച്വലി പേയിങ് അല്ലേ? എത്ര രൂപ ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്നും എത്ര രൂപ ആക്ച്വലി ഞാൻ കൊടുത്തു എന്നുള്ളതിന്റെ വ്യത്യാസത്തെയാണ് ഞാൻ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. സോ ആൻസർ എ ആണ്. ഇതൊക്കെ അറിയാലോ അല്ലെ? കൺസ്യൂമർ സർപ്ലസിന്റെ ഗ്രാഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയായിരുന്നു. ബേസിക് ഐഡിയ അത്രേ ഉള്ളൂ. ഇഫ് ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഇൻക്രീസ്ഡ്, കൺസ്യൂമർ സർപ്ലസിന് എന്ത് സംഭവിക്കും? കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ കൺസ്യൂമർ സർപ്ലസിന് എന്താ സംഭവിക്കുക? ഓൾവേസ് റിമെമ്പർ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് അല്ലെ? പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയും കൺസ്യൂമർ സർപ്ലസും. വില കൂടിക്കഴിഞ്ഞാൽ എന്റെ കയ്യിൽ കിടക്കുന്ന പോക്കറ്റിൽ കിടക്കുന്ന കാശ് സ്വാഭാവികമായിട്ടും കുറയും. സോ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ആൻസർ ബി ആണ്. ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് എന്താ? പ്രൈസ് നേരത്തെ പി ആയിരുന്നു, ഇപ്പൊ പി എന്ന് പറയുന്നത് പി സ്റ്റാറിലേക്ക് പ്രൈസ് കൂടി. അപ്പൊ എന്തായി? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കുറഞ്ഞു, കൺസ്യൂമർ സർപ്ലസ് കുറഞ്ഞു. Concept of indifference curve technique for studying consumer behavior is based on which approach? Indifference curve technique ഏത് കൈൻഡ് ഓഫ് അപ്രോച്ചിന്റെ അടിസ്ഥാനത്തിലാണ്? യെസ്, ഓർഡിനൽ അപ്രോച്ച് ആണ് അല്ലെ? ഓർഡിനാലിറ്റി അപ്രോച്ച് ആണ്. ആരാണ് ഓർഡിനൽ അപ്രോച്ച് കൊണ്ടുവന്നത് പറയാമോ? ആരാണ് ഓർഡിനൽ അപ്രോച്ച് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് കൊണ്ടുവന്നത്? യെസ്, ഹിഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു സയന്റിസ്റ്റും ഉണ്ട്, അലൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റും ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ ഹിഗ്സ് എന്ന് മാത്രമായിരിക്കും അവർ തരിക. സോ പോസിബിളി അവർ രണ്ട് ഹിഗ്സ് ആൻഡ് അലനും തരണം. പക്ഷെ ഹിഗ്സ് എന്ന് മാത്രം കണ്ടാൽ ഹിഗ്സിന് പുറകെ പോയിക്കോളാം. ഓക്കെ, സോ അടുത്ത ചോദ്യം, ഷേപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ്. എന്താണ് ഷേപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ്? ഒറിജിനിലേക്കാണ്. യെസ്, ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺവെക്സ് ഒറിജിൻ ആണ് അല്ലെ? എന്തുകൊണ്ടാണ് കോൺവെക്സ് ഒറിജിൻ ആയത്? ബിക്കോസ് ഓഫ് ദ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെ? ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കാരണമാണ് കോൺവെക്സ് ഒറിജിൻ ആയിട്ടുള്ളത്. ഒരിക്കലും ഇത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും തട്ടത്തുമില്ല. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. ഇത് കുറച്ച് അപ്പുറത്തുനിന്നാണ് ചോദിക്കുന്നത്. ഷേപ്പ് ഓഫ് ദ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ് എന്താണ്? ആവറേജ് ഫിക്സഡ് കോസ്റ്റിന്റെ ഷേപ്പ് എന്താണ് പറയാമോ? എന്താണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റിന്റെ ഷേപ്പ്? യെസ്, ഹൈപ്പർബോള അല്ല, റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് തന്നെ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, റെക്ടാങ്കുലർ ഹൈപ്പർബോള വരയ്ക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാം ഏതാണ്ട് ഇങ്ങനെ തന്നെയായിട്ട് ഇരിക്കുക. സോ അതുകൊണ്ട് കോൺവെക്സ് എന്നൊക്കെ കാണിച്ച് ചിലപ്പോൾ നിങ്ങളെ തെറ്റിച്ചേക്കും. സോ ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചേക്കണേ. പ്രോപ്പർട്ടീസ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ് അറിയാലോ? കോൺവെക്സ് ഒറിജിൻ ആണ്, നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് ആണ്, നോൺ ഇന്റർസെക്ടിങ് ടു എക്സ് ആക്സസ് ആൻഡ് വൈ ആക്സസ് ആണ്. മോർ ദാൻ വൺ എന്താണ് ഇൻഡിഫറൻസ് കർവുകളും നോൺ ഇന്റർസെക്ടിങ് ആണ്. ഇനി അടുത്തത്, കോൺസെപ്റ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഡീൽസ് വിത്ത് എത്ര കമ്മോഡിറ്റീസ് ആണ് പൊതുവെ ഇൻഡിഫറൻസ് കർവ് ഡീൽ ചെയ്യാറുള്ളത്? യെസ്, ഓൺലി 2 കമ്മോഡിറ്റീസ് അല്ലെ? കാരണം എന്താ? ഒരു 2 ഡയമെൻഷണൽ ഗ്രാഫ് ആണ് അല്ലെ? ഒരു 2 ഡയമെൻഷണൽ ഗ്രാഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് x1 എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മോഡിറ്റി, x2 എന്ന് പറഞ്ഞൊരു കമ്മോഡിറ്റിനെ മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി 2 കമ്മോഡിറ്റീസിനെ ആൻഡ് മോസ്റ്റ്ലി അതിനെന്താണ് സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ആയിട്ടുള്ള 2 കമ്മോഡിറ്റീസിനെ നമ്മൾ എടുക്കാറുള്ളത് അല്ലെ? സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ആയിട്ടുള്ള 2 കമ്മോഡിറ്റീസിനെ നമ്മളിവിടെ കൺസിഡർ ചെയ്യാറുള്ളത്. ഇൻഡിഫറൻസ് കർവ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ MRTSXY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? യെസ്, XY എന്നാണെന്നുണ്ടെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുത്തതാണ്, ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് എഴുതണം. ഓക്കെ, ഇനി ഇത് MRSYX ആയിരുന്നുണ്ടെങ്കിലോ ആൻസർ ഏതായനെ? എ ആയനെ അല്ലെ?
ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ എന്നായാണ്. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഡെൽറ്റ വൈ ആണെങ്കിലും ഡെൽറ്റ എക്സ് ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ദാറ്റ് ഇസ് സാക്രിഫൈസ്ഡ്, എത്ര നമ്മൾ കളഞ്ഞു, ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഗെയിൻഡ് ആണ്, എത്ര നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, MRS XY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് എക്സ് കിട്ടാൻ വേണ്ടി ഞാൻ എത്ര മാത്രം വൈയെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. അതായത് ഇവിടെ എക്സ് ഇവിടെ വൈ അല്ലെ, ഒരു യൂണിറ്റ് എക്സ് കൂട്ടാൻ വേണ്ടിയിട്ട് എത്ര യൂണിറ്റ് വൈ ഞാൻ കുറയ്ക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഈ പറയുന്ന എന്താണ് ഒരു കറക്റ്റ് മീനിങ് ഓഫ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആൻസർ ബി ആണ്, ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് ആണ്. In indifference curve analysis, the price line is also known as, indifference curve analysis വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് പ്രൈസ് ലൈൻ അല്ലെ. അതിന് മറ്റു പേരുകൾ എന്തൊക്കെയാണ്? യെസ്, ഇതെല്ലാം പറയൂ കേട്ടോ. പ്രൈസ് ഓപ്പർച്യൂണിറ്റി ലൈൻ എന്ന് പറയും, പ്രൈസ് ഇൻകം ലൈൻ എന്ന് പറയും, ബജറ്റ് ലൈൻ എന്ന് പറയും. സോ എല്ലാം കറക്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ആൻസർ എന്താണ്? ആൻസർ ഡി ആണ് വരിക. പ്രൈസ് ലൈൻ നമ്മൾ പ്രൈസ് ഓപ്പർച്യൂണിറ്റി ലൈൻ എന്നും പ്രൈസ് ഇൻകം ലൈൻ എന്നും ബജറ്റ് ലൈൻ എന്നും ഒക്കെ പറയാറുണ്ട്. ഓക്കെ, ബജറ്റ് ലൈൻ എന്താണെന്ന് അറിയാലോ? ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് ദാറ്റ് കുഡ് ബി പർച്ചേസ്ഡ് വിത്ത് ദ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഇൻകം. നമ്മുടെ കയ്യിലിരിക്കുന്ന കാശിന് നമുക്ക് എത്ര എക്സും വൈയും വെച്ച് മേടിക്കാൻ പറ്റുന്ന എല്ലാ കോമ്പിനേഷൻസിനും നമ്മൾ എടുത്തിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ബജറ്റ് ലൈൻ. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ബജറ്റ് ലൈൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് കോൺവെക്സ് ലൈൻ ആയിരുന്നു ഇൻഡിഫറൻസ് കർവ്, നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈൻ ആണ് ബജറ്റ് ലൈൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതിന് ബജറ്റ് ലൈനിന്റെ ഷിഫ്റ്റിംഗ് ഫാക്ടേഴ്സും കൂടി ഓർത്തിരിക്കണം. രണ്ട് കാര്യങ്ങളാണ്. ഇൻകം കൂടി കഴിഞ്ഞാൽ ബജറ്റ് ലൈൻ മൊത്തത്തിൽ പാരലൽ ഷിഫ്റ്റ് സംഭവിക്കും, ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ ഷിഫ്റ്റ് ഇൻവേർട്ട് സംഭവിക്കും. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി മാറിക്കഴിഞ്ഞാൽ, ഒരെണ്ണത്തെ നിലനിർത്തി മറ്റൊന്നിന്റെ പ്രൈസ് മാറിക്കഴിഞ്ഞാൽ, ഗുഡ് എക്സ് പ്രൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ കുറവ് ഗുഡ് എക്സ് മേടിക്കും. സോ പിവോട്ടൽ ഷിഫ്റ്റ് ടുവാർഡ്സ് ഇൻസൈഡ് സംഭവിക്കും. പ്രൈസ് ഓഫ് എക്സ് കുറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എക്സ് മേടിക്കാൻ പറ്റും. സോ എന്ത് പറ്റും? ബജറ്റ് ലൈൻ പുറത്തേക്ക് ഷിഫ്റ്റ് സംഭവിക്കും, പിവോട്ടൽ ഷിഫ്റ്റ് ടുവാർഡ്സ് ഔട്ട്സൈഡ് സംഭവിക്കും. ഇതൊക്കെ അറിയാലോ? അറിയാം, എല്ലാവർക്കും ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഇടയ്ക്ക് എവിടെയെങ്കിലും മിസ് ഔട്ട് ആവുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണേ. യെസ്, ആസ് ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഇൻക്രീസസ് ഡിമാൻഡ് ഫോർ ഇറ്റ് എന്ത് സംഭവിക്കും? യെസ്, ആൻസർ ശരിക്കും എന്താ? മോസ്റ്റ് ആക്യുറേറ്റ് ആൻസർ കോൺട്രാക്ട്സ് ആണ് അല്ലെ. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഫോർ ഇറ്റ് കോൺട്രാക്ട് ആണ്. ഡിക്രീസസും ഇൻക്രീസസും നിങ്ങൾ എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും ഇല്ലെങ്കിൽ മാത്രം പോയി കുത്തേണ്ടതാണ്. കാരണം പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി മാറിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഡിമാൻഡിന്റെ കുറവിനെ പൊതുവെ നമ്മൾ കോൺട്രാക്ഷൻ എക്സ്റ്റൻഷൻ എന്നാണ് പറയാ. മറ്റേതെങ്കിലും ഫാക്ടേഴ്സ് കാരണമാണെങ്കിൽ ഉണ്ടാവുന്ന ഷിഫ്റ്റിനെയാണ് നമ്മൾ പൊതുവെ ഇൻക്രീസ് ഡിക്രീസ് എന്ന് പറയാം. സോ ഇവിടെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ക്ലിയർ ആണോ? സോ ഓപ്ഷൻസ് എപ്പോഴും കുറച്ചധികം വൃത്തിയായിട്ട് ചെക്ക് ചെയ്യണേ. പക്ഷെ എന്നിരുന്നാലും കെയർലെസ് ആയിട്ട് ഈ പറയുന്ന ക്വസ്റ്റ്യൻ എടുത്ത ആൾക്കാർ ചിലപ്പോൾ ഇൻക്രീസ് ഡിക്രീസ് മാത്രമായിട്ടൊക്കെ ഇടും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻക്രീസും ഡിക്രീസും ധൈര്യമായിട്ട് പോയി കുത്താം. പക്ഷെ അവിടെ എക്സ്റ്റൻഷനും കോൺട്രാക്ഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അവർ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും ഇൻക്രീസും ഡിക്രീസും ക്ലിയർ ആയിട്ട് അറിയാമോ എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഡിമാൻഡ് ഓഫ് അഗ്രികൾച്ചറൽ ലേബർ റെഫേഴ്സ് ടു ഡാഷ് ഡിമാൻഡ്. ഡിമാൻഡ് ഓഫ് അഗ്രികൾച്ചറൽ ലേബർ എന്ത് ടൈപ്പ് ഓഫ് ഡിമാൻഡ് ആണ്? നമ്മൾ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു അല്ലേ? ഒരു PYQ അല്ലേ ഇത്? അഗ്രികൾച്ചർ ലേബർ അതിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് ഏത് ടൈപ്പ് ഡിമാൻഡ് ആണ്? യെസ്, അതൊരു ഡിറൈവ് ഡിമാൻഡ് ആണ് അല്ലെ. ഒരു കമ്മോഡിറ്റിയിൽ നമുക്ക് ഡയറക്റ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന തരത്തിലുള്ള ഡിമാൻഡിന് നമ്മൾ ഡയറക്റ്റ് ഡിമാൻഡ് എന്നും, ഒരു കമ്മോഡിറ്റിയിൽ നിന്ന് ഇൻഡയറക്റ്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ കമ്മോഡിറ്റി ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് മറ്റേതെങ്കിലും കമ്മോഡിറ്റിയുടെ ഡിമാൻഡിന്റെ പുറത്തുണ്ടായിട്ടുള്ള ഡിമാൻഡ് ആണെങ്കിൽ അതിനാണ് നമ്മൾ ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു നെൽകർഷകനെ സംബന്ധിച്ചിടത്തോളം അവന് നെല്ല് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിമാൻഡാണ് അല്ലെ. പ്രൊഡക്ഷൻ എന്ന് പറയുന്നതാണ് അയാളുടെ ഡിമാൻഡ്. ആ പ്രൊഡക്ഷന്റെ ഡിമാൻഡ് ഇൻ ടേൺ എന്ത് സംഭവിക്കുന്നു? ആ നെൽകൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് തൊഴിലാളികളെ നിയോഗിക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ ആ തൊഴിലാളികൾക്ക് കിട്ടുന്ന ഡിമാൻഡ് എന്താണ്? ഇൻഡയറക്റ്റ് ഡിമാൻഡ് ആണ് അല്ലെ. അതിനാണ് നമ്മൾ ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ ആൻസർ ഇവിടെ ഡി ആണ്. ലോ ഓഫ് ഡിമാൻഡ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു. ലോ ഓഫ് ഡിമാൻഡ് ആപ്ലിക്കബിൾ അല്ലാത്ത അല്ലെങ്കിൽ എക്സെപ്ഷൻ ടു ലോ ഓഫ് ഡിമാൻഡ് എന്നൊക്കെയായിരിക്കും ചിലപ്പോൾ ചോദിക്കാം. ആർക്കാണ്? ജിഫൻ ഗുഡിനാണ് അല്ലെ. ജിഫൻ ഗുഡിനാണ്. ആ പറയുന്ന ഫെനോമിനൻ പറയുന്ന പേര് ജിഫൻസ് പാരഡോക്സ് എന്നാണ്. റോബർട്ട് ജിഫൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എക്കണോമിസ്റ്റ് ആണ് ഈ പറയുന്ന ജിഫൻസ് പാരഡോക്സ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ആൻഡ് ജിഫൻ ഗുഡ് ഒരു ജിഫൻ ഗുഡിന്റെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഒരു ജിഫൻ ഗുഡിന്റെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ജിഫൻ ഗുഡിന്റെ ലോ ഓഫ് ഡിമാൻഡിന്റെ ഷേപ്പ് ഒരു അപ്വാർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആയിരിക്കും കേട്ടോ. അപ്വാർഡ് സ്ലോപ്പിംഗ്
ഡിമാൻഡ് കർവ് അറിയാലോ, അപ്വാർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ്. നമുക്ക് ഒരിക്കലും അപ്വാർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് മറ്റെവിടെയും കാണാൻ പറ്റത്തില്ല. അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണേ. യെസ്. സോ ജിഫൻ ഗുഡ്സ് ആയിക്കോട്ടെ, പ്രസ്റ്റീജിയസ് ഗുഡ്സ് ആയിക്കോട്ടെ, ഹൈ പ്രൈസ്ഡ് കമ്മോഡിറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഫിയർ ഓഫ് ഷോർട്ടേജ് ആയിക്കോട്ടെ. ഇപ്പൊ യുദ്ധം വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ സാധനങ്ങളൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടല്ലേ. സോ അതാണ്. സോ അതെന്താണ്? ലോ ഓഫ് ഡിമാൻഡിന്റെ എക്സംഷൻ ആണ്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഇവർ എക്സ്റ്റൻഷനും കോൺട്രാക്ഷൻ ഇൻക്രീസും ഡിക്രീസും വെച്ചിട്ട് ഇഷ്ടം പോലെ തിരിച്ചും മറിച്ചും ചോദ്യം തരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കണേ. ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ്. തെറ്റാണ് അല്ലേ? ഇത് തെറ്റാണ്. ആൻഡ് ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് ഇസ് നോട്ട് സെയിം ആസ് ദാറ്റ് ഓഫ് ദ എക്സ്റ്റൻഷൻ ഡിമാൻഡ്. എക്സ്റ്റൻഷനും ഇൻക്രീസും രണ്ടും രണ്ടാ. സോ ഇത് ശരിയാണ്. ആൻഡ് ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് ഇസ് ലെസ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് ഇസ് ലെസ് കമ്പയർഡ് ടു എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് അതിന്റെ എക്സ്റ്റെന്റിന്റെ കാര്യമൊന്നും നമ്മൾ പൊതുവെ ഈ പറയുന്ന ഇൻക്രീസും എക്സ്റ്റൻഷനും വെച്ച് കമ്പയർ ചെയ്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അതും തെറ്റാണ്. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഇസ് മോർ വെൻ കമ്പയർഡ് ടു ദ എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ്. അങ്ങനെയുമില്ല, രണ്ടും തെറ്റാണ്. സോ നിങ്ങൾക്ക് അറിയോ ഇല്ലെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സിയും ഡി ഒരു ഓപ്ഷൻ ആയിട്ട് ഇടുന്നത്. സോ ആൻസർ എന്താണ്? ബി ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? യെസ്. അറിയാമല്ലോ അല്ലേ? എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡും കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡും ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്നാണ് ക്ലിയർ ആയിട്ട് ഞാൻ ഈ പറയുന്ന സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന സ്ലൈഡ്സ് നിങ്ങൾക്ക് കിട്ടും. സോ ജസ്റ്റ് അതൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യണേ. എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് ഇസ് റെഫറിങ് ടു എന്താണ് എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ചേഞ്ചസ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ദ പ്രൈസ് അല്ലേ? ഡിമാൻഡ് ചേഞ്ച് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ദ പ്രൈസ്. ക്വസ്റ്റ്യൻ ഞാൻ നേരെ തിരിച്ചിടുവാണ്. ഡിമാൻഡ് ചേഞ്ച് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ദ ഇൻകത്തെ നമ്മൾ എന്താ പറയുന്നത്? ഇൻക്രീസ് എന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ ഡിക്രീസ് എന്ന് സംഭവിക്കാം. സോ ഷിഫ്റ്റ് ഇൻ ദ ഡിമാൻഡ് നമുക്ക് ജനറലി പറയാം അല്ലെ? ഷിഫ്റ്റ് ഇൻ ദ ഡിമാൻഡ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇൻക്രീസ് തന്നെ ആയിക്കോണം നിർബന്ധമൊന്നുമില്ല, ചിലപ്പോൾ ഡിക്രീസും ആയേക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളൊരു ഇൻഫീരിയർ ഗുഡിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻകം കൂടുന്ന സമയത്ത് ഡിമാൻഡ് ഫോർ ദാറ്റ് ഇൻഫീരിയർ ഗുഡ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക അല്ലെ? നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ മേടിക്കാൻ നിൽക്കുന്നു, അതിന് ഒരു എത്രയാണ്, ഒരു 1 ലക്ഷം രൂപയാണ് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറിന്റെ വില. ആൻഡ് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു പുതിയ സ്കൂട്ടറിന്റെ വില ഒരു 1.5 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കും. പെട്ടെന്ന് നിങ്ങളുടെ ഇൻകം കൂടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് 2 സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ മേടിക്കാൻ പോകില്ല, മറിച്ച് എന്താ, സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് കുത്തിനെ ഇടുകയും ഡിമാൻഡ് ഫോർ ദ പുതിയ സ്കൂട്ടർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. സോ ഡിമാൻഡ് ചേഞ്ചസ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ദ ഇൻകം ഓൾവേസ് ഇൻക്രീസ് തന്നെ ആയിക്കോണം നിർബന്ധമൊന്നുമില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇവിടെ ആൻസർ എന്താണ്? എ ആണ്. എ തന്നെയാണ് കറക്റ്റ് ആൻസർ. റിവീൽഡ് പ്രിഫറൻസ് തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ. ആരാണ് റിവീൽഡ് പ്രിഫറൻസ് തിയറി കൊണ്ടുവന്നത്? നിങ്ങളുടെ സിലബസിലൊന്നും ഇല്ല, പക്ഷെ എന്നാലും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറെ തിയറികൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട ആൾക്കാരാണ്. യെസ്, നമ്മുടെ സാമുവൽസൺ ആണ്, പോൾ സാമുവൽസൺ. ഈ ഹിക്സിനെയും സ്ലട്സ്കിനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹിക്സ് ആൻഡ് സ്ലട്സ്കി കൊണ്ടുവന്നിട്ടുള്ള ഏതെങ്കിലും പരിപാടി കേട്ടിട്ടുണ്ടോ? ഈ ഹിക്സും സ്ലട്സ്കിയും കൂടിയാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റില്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്, നിങ്ങൾക്ക് വേണ്ട, പക്ഷെ എന്നാലും ഒന്ന് ജസ്റ്റ് ഓർത്തിരുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് കൊണ്ടുവന്ന് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഹിക്സ് ആണ്, സ്ലട്സ്കി ആണ്. ഇവർ സെപ്പറേറ്റ് ആയിട്ട് 2 രീതിയിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഹിക്സിയൻ എഫക്ട്, ഹിക്സിയൻ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്, സ്ലട്സ്കി സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് എന്നിങ്ങനെ 2ആയിട്ട് നമുക്ക് തരംതിരിക്കാം. സോ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് കൊണ്ടുവന്ന് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? നമ്മുടെ ഹിക്സും സ്ലട്സ്കിയാണ്. റിവീൽഡ് പ്രിഫറൻസ് തിയറി കൊണ്ടുവന്നത് പോൾ സാമുവൽസൺ ആണ്. ഓക്കെ. If 3% change in the price of the commodity leads to 15% change in the quantity demanded, then the elasticity of demand for that commodity. ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ചോദ്യങ്ങളൊന്നും പൊതുവെ അവർ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ എന്നിരുന്നാലും നമ്മളൊന്ന് തയ്യാറായിരിക്കുന്നത് നല്ലതായിരിക്കും. 3% പ്രൈസ് ചേഞ്ചിന് 15% ക്വാണ്ടിറ്റി ഡിമാൻഡിന്റെ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നോക്കി തന്നെ ഉത്തരം പറഞ്ഞൂടെ? എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എത്രയാണ്? 0.2. യെസ്. മറ്റെന്തെങ്കിലും ഉത്തരങ്ങളുണ്ടോ? 0.4. മറ്റെന്തെങ്കിലും ഉത്തരങ്ങളുണ്ടോ? 5. യെസ്. എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റിലേറ്റീവ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ റിലേറ്റീവ് ചേഞ്ച് ഇൻ ദ പ്രൈസ്. റിലേറ്റീവ് ചേഞ്ച് എന്ന് കഴിഞ്ഞാൽ എന്താ? നമ്മുടെ പെർസെന്റേജ് ചേഞ്ച് അല്ലെ? പെർസെന്റേജ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ ദ പ്രൈസ് അല്ലേ? ഇവിടെ പെർസെന്റേജ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് പെർസെന്റേജ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഡയറക്റ്റ് തന്നേക്കുക. ഡിനോമിനേറ്ററിൽ പ്രൈസ് ചേഞ്ച് എത്രയാ? 3% അല്ലെ? ആൻഡ് അതിനനുസരിച്ച് ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി ഡിമാൻഡിന്റെ ചേഞ്ച് എത്രയാ? 15%. സോ 15/3 എത്രയാ? 5. സോ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 5 ആണെന്നുണ്ടെങ്കിൽ ടൈപ്പ് ഓഫ് എലാസ്റ്റിസിറ്റി ഏതായിരിക്കും? ഡിഗ്രി ഓഫ് എലാസ്റ്റിസിറ്റി ഏതായിരിക്കും?
കമ്മോഡിറ്റി മോർ ഇലാസ്റ്റിക് ആയിരിക്കും. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് നമുക്ക് വേണേൽ പറയാം, മോർ ഇലാസ്റ്റിക് എന്ന് വേണേൽ പറയാം. യെസ് യെസ്, രണ്ട് ശരിയാണ് കേട്ടോ. മോർ ഇലാസ്റ്റിക് എന്ന് പറയുന്നതിൽ തെറ്റില്ല, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാലും ശരിയാണ്. ഓക്കെ, വേഗമായിട്ടുള്ള ചോദ്യമായിരുന്നു ഞാൻ ചോദിച്ചത്. സോ രണ്ടും ശരിയാണ് കേട്ടോ. ആൻഡ് ഇതൊക്കെ അറിയാലോ, ഇനിയിപ്പോ ഇതൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഇന്നത്തെ ഫൈനൽ ക്വസ്റ്റ്യൻ, ഇൻ കേസ് ഓഫ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ്, ദ ഷേപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ് ഇസ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവിലെ ഷേപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും? പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും അല്ലേ? ആൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവിന്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ വാല്യൂ എത്രയാന്ന് പറയാമോ? യെസ്, ഇൻഫിനിറ്റി. സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ് എത്രയാന്ന് പറയാൻ പറ്റുമോ? യെസ്, സ്ലോപ്പ് 0 ആണ് അല്ലെ? ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ആൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് നിങ്ങൾ ഏത് മാർക്കറ്റ് സ്ട്രക്ചറിലാണ് കാണുന്നതെന്ന് പറയാൻ പറ്റുമോ? ഇതാണ് ഇന്നത്തെ ഫൈനൽ ക്വസ്റ്റ്യൻ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ഏത് ടൈപ്പ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും? ഏത് ടൈപ്പ് മാർക്കറ്റ് സ്ട്രക്ചറിൽ? യെസ്, മോണോപോളിയിലല്ല കേട്ടോ, മോണോപോളിയിലല്ല. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ മാത്രമേ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡ് കർവ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓൾവേസ് റിമെമ്പർ ദാറ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് കാരണമാണ് അവിടുത്തെ ഫേംസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫേംസിന്റെ പെർഫെക്റ്റ് കോമ്പറ്റീഷനെ എന്താ നമ്മൾ പൊതുവെ വിളിക്കാറുള്ളത്? പ്രൈസ് ടേക്കേഴ്സ് എന്ന് വിളിക്കാറുള്ളത് അല്ലേ? കാരണം അവിടെ ആർക്കും അവരുടെ കമ്മോഡിറ്റിയുടെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഗവൺമെന്റ് മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് എടുക്കുന്നത്. സോ പ്രൈസ് ടേക്കേഴ്സ് എന്ന് പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് മേക്കേഴ്സ് ഏത് മാർക്കറ്റ് സ്ട്രക്ചർ ആണെന്ന് പറയാമോ? പ്രൈസ് മേക്കേഴ്സ്, പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റ് സ്ട്രക്ചർ ഏതാണ്? ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ആൻഡ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ തന്നെ മോണോപോളി ആണ്. ഓക്കെ, മോണോപോളിനെയാണ് നമ്മൾ പൊതുവെ എന്ത് പറയുന്നത്? പ്രൈസ് മേക്കേഴ്സ് എന്ന് പറയാറുള്ളത്. പ്രൈസ് മേക്കേഴ്സ് എന്ന് പറയാറുള്ളത്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നോക്കിയാലോ. കോൾ ലാൻഡ് നോൺ ആസ് റൈസ് ഗ്രാനറീസ് ഓഫ് കേരള ആർ പാർട്ട് ഓഫ് വിച്ച് യുണീക് എക്കോസിസ്റ്റം? ഈസ്റ്റേൺ ഗാർഡ് ആണോ, വേമ്പനാട് കോൾ വെറ്റ്ലാൻഡ് എക്കോസിസ്റ്റം ആണോ, വെസ്റ്റേൺ ഗാർഡ്സ് ആണോ, മലബാർ കോസ്റ്റൽ എക്കോസിസ്റ്റം ആണോ? കോൾ ലാൻഡ് എന്ന് പറയുന്നത് ഈ കോൾ ലാൻഡിന്റെ കേസാണ്. അതെ, ഓപ്ഷൻ ഡി ആണ്. ആ ഓപ്ഷൻ കിടപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലെ? കോളിന്റെ കേസ് ഞാൻ പറഞ്ഞത് ബമ്പർ ഈൽഡ് തരാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ യുനെസ്കോന്റെ ആ ഒരു പൈതൃക ഹെറിറ്റേജിലൊക്കെ വന്നിട്ടുള്ള ഒരാളാണ് ഈ കോള്. ഓക്കെ, Kerala has mainly 2 rainy seasons. The southwest monsoon that arrives in the month of June is called തുലാവർഷം, ഇടവപ്പാതി, കർക്കിടകം, ചിങ്ങം. ഓക്കെ, സി ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിന്റെ 2 മൺസൂൺ സീസൺ ആണ് ഉള്ളത് അല്ലെ? സൗത്ത് വെസ്റ്റും നോർത്ത് ഈസ്റ്റും. സൗത്ത് വെസ്റ്റ് ആണ് മെയിൻ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. എബൌട്ട് ഒരു 67% ഒക്കെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് ആരാണ്? ഈ പറയുന്ന സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ് കേട്ടോ. ഇടവപ്പാതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഒറിജിൻ ഓഫ് ദ വേർഡ് ഞാറ്റുവേല ഈസ് സെഡ് ടു ബി ഫ്രം. ഞാറ്റുവേലയുടെ ഒറിജിൻ എങ്ങനെയാണ്? ഈ ഞാറ്റുവേല എന്നൊക്കെ പറയുന്നത് എന്താന്ന് മനസ്സിലായോ? കാരണം ഇത് നമ്മുടെ മൺസൂൺ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളെങ്കിലും ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മളൊരു സൈക്കിളാണ്, ഒരു കലണ്ടർ പോലാണ്. നമുക്ക് കുറച്ചുകൂടെ അറിയാവുന്ന അല്ലെ? ഒരാണ്ട് മുഴുവനും നമ്മൾ എങ്ങനെ കൃഷി ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് ഒരു സംഭവമാണ്. ഒരു സൈക്കിള് പോലെ ഇന്ന ഒരു സമയത്ത് ഇന്ന കൃഷി ചെയ്യണം. ഓരോ വർഷവും ഈ മേട വിഷു ഇല്ലേ, അത് മുതൽ അടുത്തൊരു വർഷത്തെ നമ്മൾ വിഷു ആണല്ലോ ഒരു പുതിയ അഗ്രികൾച്ചർ കലണ്ടർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ തരുന്ന ഒരു കലണ്ടറാണ് ഞാറ്റുവേല. അപ്പൊ മൊത്തത്തില് ഒരു മേടവിഷു തൊട്ട് അടുത്തൊരു മേടവിഷു വരെ മൊത്തം 27 ഞാറ്റുവേലകളാണ് പറയുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഞാറ്റുവേല ഏതാ? ഞാറ്റുവേല എന്ന് പറയുന്നത് മലയാളത്തിൽ കുറെ നാളുകൾ ഉണ്ടല്ലോ, അശ്വതി, ഭരണി, കാർത്തിക എന്ന് തുടങ്ങി അങ്ങനെ കുറെ ഞാറ്റുവേലകൾ. പക്ഷെ അതിൽ തന്നെ ഏറ്റവും കേമനായ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാറ്റുവേല ഏതാണ്? തിരുവാതിര. തിരുവാതിരയാണ് പെപ്പറൊക്കെ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പെപ്പറൊക്കെ വളരെ കൂടുതലായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കാരണം ഈ പറയുന്ന തിരുവാതിര ഞാറ്റുവേലയാണ് കേട്ടോ. ഞാറ്റുവേലയുടെ ഞാറ്റുവേല മീൻസ് അവർ ഓഫ് സണ്ണ്. ഓക്കെ, ഈ പറയുന്ന നക്ഷത്രങ്ങളുടെ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ 27 വർഷം, അതുങ്ങളുടെ ഒരു പോക്കാണ് ഈ ഞാറ്റുവേല സൈക്കിൾ അഥവാ ഒരു കലണ്ടർ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ ഞാറ്റുവേലും ഇന്ന പെർട്ടിക്കുലർ ക്രോപ്പ് എന്ന് പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണ്ട. ഇനി
How many agroecological units have been delineated based on climatic variability, landforms and soil? എത്രയാ യൂണിറ്റുകളാണ്? ഒരു സംശയം വേണ്ട, 23 യൂണിറ്റുകൾ അല്ലേ? What percentage of the state's area does agroecological unit 4 കുട്ടനാട് കവർ? കുട്ടനാട് എത്ര ഏരിയയാണ്? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. 3.27. ഇത് ക്വസ്റ്റ്യൻ ആൻസർ ഔട്ട് ആയിപ്പോയി അല്ലെ? അഗ്രോഎക്കോളജിക്കൽ യൂണിറ്റ് 7 കൈപ്പാട് ലാൻഡ് പ്രൈമറിലി ലൊക്കേറ്റഡ്. കൈപ്പാട് എവിടെയാ? മറക്കല്ലേ, 3K. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ഓക്കെ. What percentage of the total area does agroecological unit 14 southern high hills cover? 10.5% ആണോ? 15.8% ആണോ? 17.31%? 20% ആണോ? 17.31. 17%. What is the approximate area covered by agroecological unit 22? That is പാലക്കാടിലെ സെൻട്രൽ പ്ലെയിൻ. ഞാൻ പറഞ്ഞില്ലേ പാലക്കാട് വായിച്ചിട്ട് പോണോ കേട്ടോ. പാലക്കാട് പ്ലെയിൻ എന്ന് പറഞ്ഞ ആ നമ്മള് ജില്ലയുടെ പേര് വെച്ചൊക്കെ പറയുന്നത്. അപ്പം എത്ര വരും? 1 lakh എബോ ഉണ്ട് കേട്ടോ. 1,12,000 hectares വരും. ഞാൻ അത്രേ പഠിക്കത്തുള്ളൂ, എനിക്ക് മൊത്തം ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. 1,12,000 hectares. Okay. In general, agroclimatic condition of Kerala during which month is Mundagan season practiced? നമ്മുടെ സിലബസിൽ ഉണ്ടല്ലേ ക്രോപ്പിംഗ് സീസൺസ് ഓഫ് കേരള. ക്രോപ്പിംഗ് സീസൺ എന്ന് പറയുന്നത് പർട്ടിക്കുലർലി നമ്മളൊരു റൈസ് ബേസ്ഡ്, നമ്മുടെ പ്രധാന ക്രോപ്പ് റൈസ് അല്ലേ, അത് വെച്ചിട്ടാണ് നമ്മുടെ സീസൺ പറയുന്നത്. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് വിരിപ്പൊക്കെ കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് എങ്ങനെ ആൻസർ വരുന്നത്? മുണ്ടകൻ. മുണ്ടകൻ എന്ന് പറയുന്ന ക്രോപ്പ്, മുണ്ടകൻ എന്ന് പറയുന്ന സീസണിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയമാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, അതെ അതെ, സെപ്റ്റംബർ ഒക്ടോബർ ടു ഡിസംബർ ജാനുവരി ആണ്. അടുത്തത്, വിച്ച് സീസൺ കറസ്പോണ്ട്സ് ടു ദ തേർഡ് ക്രോപ്പ് ഓർ സമ്മർ അണ്ടർ ജനറൽ കണ്ടീഷൻസ് ഇൻ കേരള? വിരിപ്പാണോ, മുണ്ടകനാണോ, പുഞ്ചയാണോ, ഓരുമുണ്ടകനാണോ? വെരി ഗുഡ്, വെരി ഗുഡ്. ഇതൊക്കെ അറിഞ്ഞിട്ട് പോവാട്ടോ, കാരണം അവരെന്തായാലും സീസണിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന്റെ അകത്തൊക്കെ ബേസിക് ഒരു നോളജ് നമുക്ക് ഉണ്ടോന്ന് അവർ നോക്കും. ആൻസർ പുഞ്ചയാണ്. വിച്ച് റൈസ് ഗ്രോയിങ് സീസൺ ഈസ് ഫൗണ്ട് ഇൻ കോൾ ലാൻഡ് ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ടൈം പീരീഡ്? ഏത് കോൾ ലാൻഡിന് പറയുന്നത് ഒരെണ്ണമേ ഉള്ളെന്നാണ് എൻ്റെ ഒരു ഒറ്റൊരു കൃഷി സീസൺ മാത്രമേ കോൾ ലാൻഡിൽ പറയുന്നുള്ളൂ. ഏതാണ് സീസൺ, അതിന്റെ ഏരിയ എത്രയാണ്? അതെ, മുണ്ടകൻ. ഇവിടെ ചെയ്യുന്ന കൃഷി ഏതാണെന്നൂടെ പറയാമോ? നാട്ടു പ്രദേശങ്ങളിൽ നാട്ടുഭാഷയിൽ ഈ കൃഷിക്ക് ഒരു പേരുണ്ട്. എന്താ പേര്? നമ്മളിങ്ങനെ പണ്ടിങ്ങനെ ഓക്കെ ഓക്കെ ജെൻസർ, വെരി ഗുഡ്. കടും കൃഷി. അതെങ്ങനെ ഓർത്തിരിക്കേണ്ടതെന്ന് അറിയാമോ? കടുപ്പത്തിൽ കൃഷി ചെയ്ത കോളടിക്കും. അപ്പൊ അതെന്താ, കോൾ ലാൻഡിൽ ബമ്പർ ഈൽഡ് കിട്ടത്തില്ല. അപ്പൊ കടുപ്പത്തിൽ ഒരു കൃഷി ചെയ്ത, കടും കൃഷി ചെയ്ത് പെട്രി അറ. വിദ്യ മാം, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഒരുപാട് വരുന്നുണ്ട്. ഒന്നും കുറെ പുതിയ വേർഡ്സ് എനിക്ക് പരിചയപ്പെടാൻ പറ്റി. ഓക്കെ, അയ്യോ മാമിനെ കളിയാക്കിയതല്ല, ഞാനിങ്ങനെ നോക്കിയോ പുതിയ വേർഡ് വന്നു. പെട്ടിപറ. ഓക്കെ, ഇപ്പൊ പെട്ടിപറയെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പെട്ടിപറ എവിടെയാ? അത് എന്ത് സാധനമോ പെട്ടിപറ? എന്താണ് പെട്ടിപറ? പെട്ടിപറ എന്താണ്? വിദ്യാഭ്യാസം പറഞ്ഞു, എന്താണ് പെട്ടിപറ? അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് പെട്ടിപറ? അതെ അതെ അതെ, വാട്ടർ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പെട്ടിപറ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് നമുക്ക് ഡ്രെയിൻ ചെയ്ത് കളയണമെങ്കിൽ നമ്മൾ ഈ പെട്ടിപറ യൂസ് ചെയ്യും. ഒരു ഇൻഡിജീനിയസ് മെയ്ഡ് ആയിട്ടുള്ള സാധനം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് വന്നിട്ട് മുണ്ടകൻ ഓഗസ്റ്റ് സെപ്റ്റംബർ ടു ഡിസംബർ ജനുവരി. ഇൻ കുട്ടനാട് ഡ്യൂറിംഗ് വിച്ച് പീരീഡ് ഇസ് ദ പുഞ്ച സീസൺ പ്രാക്ടീസ്ഡ്? ഏത് പീരീഡിലാണ് പുഞ്ച സീസൺ പ്രാക്ടീസ് ചെയ്യുന്നത്? ഏപ്രിൽ മെയ് ടു സെപ്റ്റംബർ ഒക്ടോബർ, ഒക്ടോബർ നവംബർ ടു ഫെബ്രുവരി മാർച്ച്, ഓഗസ്റ്റ് സെപ്റ്റംബർ ടു ഡിസംബർ ജനുവരി, ഫെബ്രുവരി മാർച്ച് ടു ഏപ്രിൽ. എങ്ങനെ ആൻസർ? അതെ അതെ, ഒക്ടോബർ നവംബർ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. ഇതിന് ഞാൻ ശരിക്കും നമ്മൾ ഈ ഒരു സീസൺ പഠിക്കുമ്പോൾ കുറച്ച് കോഡൊക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ, കാരണം വിരിപ്പ് ഞാൻ കുറെ പേർക്ക് ഇത് കേട്ട് മടുത്തതായിരിക്കും. നമ്മുടെ അസിസ്റ്റന്റ് കുട്ടികൾക്കും ഫാം അസിസ്റ്റന്റുകാർക്കൊക്കെ മടുത്തതായിരിക്കും. അതായത് വിരിപ്പ് ആംസോ ആണ്, ഏപ്രിൽ മെയ് ടു സെപ്റ്റംബർ ഒക്ടോബർ കേട്ടോ. ആംസോ അങ്ങനെ ഓർക്കുമ്പോൾ വിരിപ്പ്. അപ്പൊ ആദ്യം ഞാൻ അല്ലെങ്കിൽ VMP അത് ആലോചിക്കാം. ലൈക്ക് ഇമ്പോർട്ടന്റ് എന്നൊക്കെ പറയുന്ന പോലെ വെരി ഇമ്പോർട്ടന്റ് അങ്ങനെ ആലോചിക്കാം. VMP.
അങ്ങനെ ആലോചിക്കുക കേട്ടോ. വെരി ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സീസണിന്റെ കോഡ്, ജനറൽ സീസണിന്റെ കോഡ്. ആൻഡ് വെരി ഇമ്പോർട്ടന്റ് ആകുമ്പോൾ VMP വന്നു. V സ്റ്റാർട്ട് ചെയ്യുന്നത് ആംസോ, ഏപ്രിൽ മെയ് ടു സെപ്റ്റംബർ ഒക്ടോബർ. ഇനി സെപ്റ്റംബർ ഒക്ടോബറിൽ വിരിപ്പ് തീർന്നു അല്ലെ. വീണ്ടും മുണ്ടകൻ എപ്പോ തുടങ്ങി? സെപ്റ്റംബർ ഒക്ടോബർ ടു ഡിസംബർ ജനുവരി. വിരിപ്പ് എന്ന് പറയുന്നത് ഒരു ഓട്ടം സീസൺ ആണ്. ഓക്കെ, മുണ്ടകൻ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മുണ്ട് വേണ്ട ഒരു ടൈം, അതായത് നമുക്ക് ബെഡ്ഷീറ്റ് ഒക്കെ വേണ്ട ഒരു ടൈം, വിന്റർ സീസൺ അല്ലെ, ഇത്തിരി തണുപ്പുള്ള സമയം. അങ്ങനെ ആലോചിക്കാം. സെപ്റ്റംബർ ഒക്ടോബർ ഡിസംബർ ജനുവരി. ഡിസംബർ ജനുവരിയിലെ തണുപ്പുള്ള സമയം. അവിടെ നിന്നേ ഇനി പുഞ്ച വന്ന ഡിജെമാർ എങ്ങനെയാ? ഡിസംബർ ജനുവരി തൊട്ട് മാർച്ച് ഏപ്രിൽ MA. ഓക്കെ, തേർഡ് ക്രോപ്പ് ആണ്, സമ്മർ ക്രോപ്പ് ആണ് പുഞ്ച. ഇനി നമ്മളോട് ചോദിക്കുകയാണ് സമ്മർ ക്രോപ്പ് ഓഫ് കേരള, സമ്മർ സീസൺ ഓഫ് കേരള എന്ന് ചോദിച്ചാൽ അപ്പം ഞെട്ടിയിരിക്കല് പുഞ്ചയാണ്. വിന്റർ സീസൺ ഓഫ് കേരള മുണ്ടകനാണ്. ഓട്ടം സീസൺ ഓഫ് കേരള വിരിപ്പാണ് കേട്ടോ. വിരിച്ചിട്ടോടി, അങ്ങനെ ആലോചിക്കുക. ഓട്ടം സീസൺ വിരിപ്പ് കേട്ടോ. എന്തൊക്കെ പറയണം അല്ലെ. ഇനി അടുത്തത്, ഇൻ ദ ഹൈ റേഞ്ചസ് വാട്ട് ആർ ദ ടൈം പീരീഡ് ഫോർ ദ ടു മെൻഷൻഡ് റൈസ് സീസൺ? മെയ് ജൂൺ ടു ഓഗസ്റ്റ് സെപ്റ്റംബർ, ഒക്ടോബർ നവംബർ ടു ഫെബ്രുവരി മാർച്ച്, ഏപ്രിൽ മെയ് ടു സെപ്റ്റംബർ ഒക്ടോബർ, ഡിസംബർ ജനുവരി ടു മാർച്ച് ഏപ്രിൽ, മെയ് ജൂൺ ടു ഒക്ടോബർ നവംബർ, ഡിസംബർ ജനുവരി ടു ഏപ്രിൽ മെയ്. ഓക്കെ. സി, ഹൈ റേഞ്ചിലെ കൃഷി 2 കൃഷിയുണ്ട്. ഏതൊക്കെയാ കൃഷി? ഹൈ റേഞ്ചിലെ കൃഷി 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാ? നിങ്ങൾ ഈ ഒരു സെക്ഷൻ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തോ. നിങ്ങളുടെ പഴയ ഉറങ്ങിക്കിടക്കുന്ന നഞ്ച പുഞ്ചയാണ് കേട്ടോ. കറക്റ്റ്, നഞ്ച പുഞ്ച. നഞ്ച എപ്പോ സ്റ്റാർട്ട് ചെയ്യും? അതാണ് ചോദിച്ചേക്കുന്നത്. നഞ്ച സ്റ്റാർട്ട് ചെയ്യുന്ന മെയ് ജൂൺ ടു ഒക്ടോബർ നവംബറും, പുഞ്ച സ്റ്റാർട്ട് ചെയ്യുന്നത് അതെ ഡിസംബർ ജനുവരി ടു ഏപ്രിൽ മെയ്. ഓക്കെ, ഇനി നമ്മളൊരു ജനറൽ അഗ്രോണമിയിലേക്ക് കിടക്കുകയാണ്. പ്രധാനപ്പെട്ട ഏകദേശം POPയിലുള്ള കുറെ അഗ്രോണമി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കവർ ആയിട്ടുണ്ട്. ബാക്കി POP അല്ലാതെ മാഡം കവർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറച്ച് അഗ്രികൾച്ചർ നോക്കാം. കേട്ടല്ലോ, റെഡി ആണല്ലോ. ഇനി നമ്മൾ സബ്ജക്റ്റിലേക്ക് പോവുകയാണ്. ഇതിൽ തെറ്റിക്കില്ല, ഇതിൽ തെറ്റിച്ചാൽ ഞാൻ ക്ഷമിക്കില്ല. ഓക്കെ, അപ്പൊ മാക്സിമം കറക്റ്റ് ആയിട്ട് ആൻസർ, അങ്ങനൊന്നുമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ആൻസർ പറഞ്ഞ് നമുക്ക് തെറ്റിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി പോവാം. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഒറിജിൻ ഓഫ് ദ വേർഡ് അഗ്രികൾച്ചർ. അഗർ മീൻസ് ആർട്ട് ആൻഡ് കൾച്ചർ മീൻസ് കൾട്ടിവേഷൻ. അഗർ മീൻസ് ലാൻഡ് ആൻഡ് കൾച്ചർ മീൻസ് കൾട്ടിവേഷൻ. ദ വേർഡ് അഗ്രികൾച്ചർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ്. ഓടട്ടെ. ഓക്കെ. അതായത് നമ്മൾ ഒറിജിൻ പറയുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ അറിയണം? അഗ്രികൾച്ചറിന്റെ ഒരു അഗ്രോണമിയുടെ ഒറിജിൻ അറിയണം. അപ്പൊ അഗ്രികൾച്ചറിന്റെ ഒറിജിൻ എങ്ങനെ വരും? അഗ്രോണമിയുടെ ഒറിജിൻ എങ്ങനെ വരും? ഇട്ടോ, കമന്റ് ഇട്ടോ. അഗ്രികൾച്ചറിന്റെ ഒറിജിൻ എങ്ങനെ വരും? അഗ്രോണമിയുടെ ഒറിജിൻ എങ്ങനെ വരും? ഓക്കെ, കറക്റ്റ് ആണ്. അഗ്രികൾച്ചർ ലാറ്റിന്, അഗ്രോണമി ഗ്രീക്ക്. തെറ്റിക്കില്ല കേട്ടോ. സി, അഗ്രികൾച്ചർ എങ്ങനെയാ? ലാറ്റിൻ വേർഡ് അഗർ ആൻഡ് കൾച്ചർ. അഗർ മീൻസ് ലാൻഡ് ഓർ ഫീൽഡ്, കൾച്ചർ മീൻസ് കൾട്ടിവേഷൻ. കഴിഞ്ഞോ? ഇനി അഗ്രോണമി എങ്ങനെയാ? അഗ്രോസ് മീനിങ് ഫീൽഡ്, നോമസ് മീനിങ് ടു മാനേജ്. കഴിഞ്ഞില്ല, ഗ്രീക്ക് വേർഡ് ആണ്. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫൈബർ ക്രോപ്സ്. Fiber crops are grown primarily for their grain content. B, cotton is an example of a seed fiber. C, jute and mesha are examples of stem fiber. Options are A and B correct, B and C correct, C, A and C correct, D, all correct. B and C correct. അപ്പൊ നമുക്കറിയാം എന്തുകൊണ്ട് A കറക്റ്റ് അല്ല. ഇത് കുറച്ച് സിമ്പിൾ ആയിപ്പോയല്ലേ ക്വസ്റ്റ്യൻ. A എന്തുകൊണ്ട് കറക്റ്റ് അല്ല? A കറക്റ്റ് അല്ലാത്ത കാര്യം നമുക്കെല്ലാം അറിയാം. ഗ്രെയിൻ കണ്ടന്റ് അല്ലല്ലോ, ഫൈബർ എക്സ്ട്രാക്ഷൻ ആണല്ലോ. ഇനി റിഗാർഡിംഗ് nurse crop, which of the following are correct? They protect soil from erosion with their root mats. They nourish main crops by nitrogen fixation. Cowpea intercropped with cereal is an example. They are used to suppress weed growth via smoothing effect. Answer. B and C കറക്റ്റ്. നമുക്കറിയാം ഇവരുടെ ഉദ്ദേശം നറിഷിംഗ് ആണ്. ഇവർ വേറെ ട്രാപ്പ് ചെയ്യൂ അല്ലെങ്കിൽ വീടിനെതിരെ ചെയ്യൂ, അതൊക്കെ ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട്. ഇവരുടെ ഉദ്ദേശം എന്താ? മെയിൻ സാധനത്തിനെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക, അതാണ് ഇവരുടെ ഉദ്ദേശം. ഓക്കെ, which of the following statement are true about trap crops? They are grown to trap soil-borne pests and parasitic weeds. B, sorghum traps traiga and cotton traps orobanche. C, solanaceous crops helps to trap nematodes. D, marigold and castor act as trap crops in cotton field. Options vanittu A, B and C correct, B, C and D correct,
C, A, C and D correct. D all are correct. സാനു സിയും ഡിയും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമുള്ള ഏതാന്ന് വെച്ചാൽ എടുത്തോളാം. ഓക്കെ. അല്ല, സി നേരത്തെ ഇട്ടതാ. ഓ സോറി വരട്ടണ്ട, ഒന്ന് പേടിപ്പിച്ചു വിട്ടാൽ മതി. ഓക്കെ, അപ്പൊ ആൻസർ വന്നിട്ട് ഡി ആണ്. വെരി ഗുഡ്, ഓൾ കറക്റ്റ് ആണ്. സി, ട്രാപ്പ് ക്രോപ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രത്യേകത എന്താ, ഈ ക്രോപ്സ് പഠിക്കുന്ന സമയത്ത് ക്ലാസിഫിക്കേഷൻ നല്ലപോലെ പഠിക്കണം കേട്ടോ. അഗ്രോണമി ക്ലാസിഫിക്കേഷൻ എന്താണ്, ട്രാപ്പ് ക്രോപ്പ് എന്താണ്, സ്മൂതർ ക്രോപ്സ് എന്താണ്, ഇവർ ചെയ്യുന്ന പരിപാടി എന്താണ്, അതുപോലെ തന്നെ ക്യാച്ച് ക്രോപ്പ് എന്താണ്, കണ്ടിജൻസി ക്രോപ്പ് എന്താണ്, ഇവർ തമ്മിലുള്ളൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ വേണം. ട്രാപ്പ് ക്രോപ്സ് എന്താ ചെയ്യുന്നത്, ഇവർ സോയിൽ ബോൺ പെസ്റ്റ്, പാരസൈറ്റിക് വീഡ്സിനെയൊക്കെ ട്രാപ്പ് ചെയ്യുന്നു. സ്വർഗം സ്ട്രൈഗേനെ ട്രാപ്പ് ചെയ്യാൻ പറ്റും, കോട്ടൺ ഒറോബാൻജെ ട്രാപ്പ് ചെയ്യാൻ പറ്റും. സൊളനീഷ്യസ് ക്രോപ്സ് ആണെങ്കിൽ എന്തിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റും, നെമറ്റോഡ്സിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റും അല്ലെ. മാരിഗോൾഡ്, കാസ്റ്റർ ഒക്കെ എന്താണ്, കോട്ടൺ ഫീൽഡിൽ ട്രാപ്പ് ക്രോപ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആൻഡ് ക്രോപ്പ് എൻവയൺമെന്റ്. Crop generally performs best in relative humidity levels above 80%. RH determines atmospheric evaporative demand. RH is unrelated to pest outbreaks. RH is different from absolute humidity. Correct statement. Relative humidity ആയിട്ട് ബന്ധപ്പെടുത്തി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബി ആണ്. ബി ആൻഡ് ഡി ആണ് കറക്റ്റ്. RH ഏതാണ് ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റിന്റെ ലെവൽ പറഞ്ഞേ. ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റിന്റെ അഥവാ ഒരു ക്രോപ്പിന് വേണ്ട അഡിക്കേറ്റ് ലെവൽ എങ്ങനെയാണ്? എങ്ങനെയാണ്? വെരി ഗുഡ് 40 to 60 ആണ് ആ റേഞ്ച്. വെരി ഗുഡ്. ലിബിൻ ഒരു 10 കൂടെ കൂട്ടിപ്പിടിച്ച് 70ലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു 60 നിർത്തിയാൽ മതി കേട്ടോ, അത് തന്നെ ധാരാളം. ഓക്കെ, 40 to 60 മതിയാവും നമുക്ക്. ഓക്കെ, ബി ആൻഡ് ഡി ആണ് കറക്റ്റ്. ഇനി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പ്ലാന്റ് ഡെൻസിറ്റി. Option A, plant density refers to number of plants per unit area in a cropped field. B, it determines how much area is available for each plant. C, higher plant density always lead to higher yield. D, it affects competition among plants for light, nutrients and water. Plant density. കറക്റ്റ് ആണ്. എ, ബി ആൻഡ് ഡി കറക്റ്റ് ആണ് കേട്ടോ. സി കറക്റ്റ് അല്ല. ഹയർ പ്ലാന്റ് ഡെൻസിറ്റി ഓൾവേസ് നമുക്കൊരു ഹയർ ഈൽഡ് തരുമെന്നൊന്നും പറയാൻ പറ്റില്ല. കോമ്പറ്റീഷൻ കൂടിയിട്ട് ചിലപ്പം ഒന്നും ആവാതെ വരാം. എല്ലാം ഈക്വലി കോമ്പറ്റീറ്റ് ആയിക്കഴിഞ്ഞാലൊക്കെ പ്രശ്നം വരും. പ്ലാന്റ് ഡെൻസിറ്റി എന്താണ്? നമ്പർ ഓഫ് പ്ലാന്റ്സ് പെർ യൂണിറ്റ് ഏരിയ, അതിനെയാണ് പ്ലാന്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് മറ്റ് പ്ലാന്റ്സ് തമ്മിലുള്ള കോമ്പറ്റീഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇത് തന്നെ നമുക്കൊരു ഐഡിയ തരും എത്ര ഏരിയ ആണ് ഓരോ പ്ലാന്റിനും അവൈലബിൾ ആയിട്ട് ഉള്ളതെന്ന്. ഓക്കെ, ഇല്ല, ഓൾ കറക്റ്റ് വരില്ല സനു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഹയർ പ്ലാന്റ് ഡെൻസിറ്റി ഓൾവേസ് ലീഡ് ടു ഹയർ ഈൽഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കോമ്പറ്റീഷൻ ഒക്കെ വെച്ചിട്ട് ഇത് എന്ത് ചെയ്യും, മാറിയും തിരിഞ്ഞും പോവാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ഹൈ പ്ലാന്റ് ഡെൻസിറ്റി ഒരു ഹയർ ഈൽഡിലേക്ക്. സി, പ്ലാന്റ് ഡെൻസിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് പ്ലാന്റ്സ് പെർ യൂണിറ്റ് ഏരിയ ഒരു ക്രോപ്പ് ഫീൽഡില്. ഇത് ഒരു ഇൻഡിക്കേഷനും കൂടെ ആണ് എത്ര സൈസ് ഓഫ് ഏരിയ ആണ് ഇൻഡിവിജ്വൽ പ്ലാന്റിന് അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. പ്ലാന്റിന്റെ ഡെൻസിറ്റി കൂടുന്നതനുസരിച്ച് പ്ലാന്റിന്റെ ഗ്രോത്ത് അതിനനുസരിച്ച് മോഡിഫൈ ആകും അല്ലെ, അതിൽ ഡൗട്ട് ഇല്ല. പക്ഷെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു ഹൈ പ്ലാന്റ് ഡെൻസിറ്റി മൂലം ഓൾവേസ് നമുക്കൊരു ഹൈ ഈൽഡ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. കാരണം കോമ്പറ്റീഷൻ കൂടാം, അതിനനുസരിച്ച് ഒരു പക്ഷേ ഒരു എക്കണോമിക് ബേസിലൊക്കെ വരുമ്പോൾ അതിന്റെ ലാസ്റ്റ് അത്രയും ഒരു ഈൽഡ് തരാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ സഫീഷ്യന്റ് ആയിട്ട് തിന്നിങ്ങും ഗ്യാപ്പിങ്ങും ഒക്കെ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അസിംപ്റ്റോട്ടിക് റെസ്പോൺസ് ഓഫ് ഈൽഡ് ടു പ്ലാന്റ് പോപ്പുലേഷൻ ഇസ് കോമൺലി സീൻ ഇൻ. അസിംപ്റ്റോട്ടിക് റെസ്പോൺസ് ആണ് ചോദിച്ചത്. റൈസ് ആണോ, വീറ്റ് ആണോ, ഹൈബ്രിഡ് നേപ്പിയർ ആണോ, മെയ്സ് ആണോ? അസിംപ്റ്റോട്ടിക് റെസ്പോൺസ് ഫോഡർ അല്ലെ. ഫോഡറിൽ കാണുന്ന സി, ഗ്രോത്ത് റെസ്പോൺസ് കർവ്. ഗ്രോത്ത് റെസ്പോൺസ് കർവിന്റെ മൂന്ന് പോയിന്റ് ഏതൊക്കെയാണ്, അഥവാ 3 ഫേസസ് ഏതൊക്കെയാണ്? കർവിന്റെ 3 ഫേസസ്. ഹെംജിത്തെ ലോഗാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ടിങ് തൊട്ട് കറക്റ്റ് ആയിട്ട് ഞാൻ നിങ്ങളോട് ഫേസസ് ആണ് ചോദിച്ചത്, കർവിന്റെ ഫേസ് ആണ് ചോദിച്ചത്. അപ്പൊ ഒരു കർവ് അങ്ങനെ ഷേപ്ഡ് അഥവാ സിഗ്മോയിഡ് കർവ് ആവണമെങ്കിൽ ആ ഫേസ് എങ്ങനെ വരണം, അങ്ങനെ തന്നെ വരണം. അപ്പൊ എങ്ങനെയാ?
ലാഗ്, ലോഗ്, സ്റ്റേഷനറി അഥവാ സെനിസെൻസിലേക്ക് കടക്കുന്ന കേസ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. Which of the following statement accurately describes the concept of plant geometry and crop geometry? Plant geometry refers to shape and structure of the plant, while crop geometry pertains to the spatial arrangement of plant in a field. B. Plant geometry involves the distribution of plants in field, while crop geometry refers to physical structure of individual plant. Plant geometry is determined solely by inter-row spacing, while crop geometry is determined by intra-row spacing. Plant geometry relates to the spacing between row of plant. Okay, okay. സിമ്പിൾ, നമുക്കറിയാം. ഇത് തെറ്റിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചിട്ട് വരല്ല. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്. പ്ലാന്റ് ജോമെട്രി എന്ന് വെച്ചാൽ എന്താ? സിമ്പിള്, ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ പ്ലാന്റ്. ക്രോപ്പ് ജോമെട്രി എന്താ? ഒരു സ്പേഷ്യൽ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്. എങ്ങനെയാണ് റോയുടെയും കോളത്തിന്റെയൊക്കെ ഒരു അറേഞ്ച്മെന്റ് വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ക്ലിയർ ആയോ? Which of the following statement best describes secondary tillage? Secondary tillage involves deep plowing to break the cloth, uproot weeds, and incorporate fertilizers. Refers to lighter operation done after primary tillage to break clods, uproot weeds, incorporate manure and fertilizer. Done only by uprooting weeds without involving soil compaction or breaking of cloth. Includes only the use of plowing equipment like tractors to level the soil surface. Secondary tillage. വെരി ഗുഡ്, വെരി ഗുഡ്. ഏതാ ഹെവിയർ ഓപ്പറേഷൻ? എപ്പോഴും നമ്മൾ പറയുന്നത് എന്താ പ്രൈമറി ടില്ലേജ് അല്ലെ? ഒരു സെക്കൻഡറി ടില്ലേജ് എന്ന് പറയുമ്പോൾ ലൈറ്റർ ആയിട്ടുള്ള. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് പ്രൈമറി ടില്ലേജ് ഇംപ്ലിമെന്റ്സിന് എക്സാമ്പിൾ പറഞ്ഞ 2 എണ്ണം ടൈപ്പ് ചെയ്തിട്ടെ. അതുപോലെ തന്നെ ആദ്യം പ്രൈമറി ടില്ലേജിന് ടൈപ്പ് ചെയ്തിടും. ഫ്ലോ വരുന്നതെല്ലാം പ്രൈമറി ടില്ലേജ് അല്ലെ? സെക്കൻഡറി ടില്ലേജ് ഇംപ്ലിമെന്റ്സ് ടൈപ്പ് ചെയ്തേ. അതെ, ഹാരോ വരും, കൾട്ടിവേറ്റർ വരും, ക്ലോഡ് ക്രഷർ വരും, റോട്ടറി ടില്ലർ വരും, ലെവൽ ചെയ്യാനുള്ള ഇംപ്ലിമെന്റ്സ്. നമ്മൾ എന്ത് ലൈറ്റ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ലൈറ്റർ അഥവാ ഫൈനർ ഓപ്പറേഷൻ നമ്മൾ സോയിലില് പ്രൈമറി ടില്ലേജിന് ശേഷം ഒരു ഗുഡ് സോയിൽ ടിൽറ്റിന് വേണ്ടി ചെയ്യുന്നതൊക്കെ സെക്കൻഡറി ടില്ലേജിൽ വരും. മനസ്സിലായോ? ക്രോഡ് ബ്രേക്കിംഗ്, അപ്രൂട്ട് വീഡ്സിനെ അപ്രൂട്ട് ചെയ്യുന്നത്, സ്റ്റബിൾസിനെയൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ സെക്കൻഡറി ടില്ലേജിൽ വരും. ഹാരോയിങ്ങും പ്ലാങ്കിങ്ങും ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാൽ എന്തിൽ എക്സാമ്പിൾ ആ? സെക്കൻഡറി ടില്ലേജിന് എക്സാമ്പിൾ ആണേ. ഓക്കെ. What is the main purpose of blind tillage? Blind tillage is performed to break the clods and level the soil surface before planting. Blind tillage is done after seeding to uproot extra plants and broad-leaved weeds without damaging the crop plants. Blind tillage is used to incorporate fertilizer in the soil. Okay. Blind tillage ഏത് ക്രോപ്സിലാ ചെയ്യുന്നത്? ബ്ലൈൻഡ് ടില്ലേജ് ഏത് ക്രോപ്സിൽ ചെയ്യാം? പൊട്ടറ്റോ, ഷുഗർ കെയിൻ. ഓക്കെ, ഫൈൻ. സി, നമ്മൾ ടില്ലേജ് പഠിച്ച സമയത്ത് നമ്മൾ കുറെ സ്പെഷ്യൽ പർപ്പസ് ടില്ലേജ് പഠിച്ചു അല്ലെ? സബ് സോയിലിംഗ് പഠിച്ചു, ക്ലീൻ ടില്ലേജ് പഠിച്ചു, ബ്ലൈൻഡ് ടില്ലേജ് പഠിച്ചു, വെറ്റ് ടില്ലേജ്. വെറ്റ് ടില്ലേജിന് എക്സാമ്പിൾ എന്താ? വെറ്റ് ടില്ലേജിന് എക്സാമ്പിൾ എന്താ? വെറ്റ് ടില്ലേജിന് എക്സാമ്പിൾ എന്ത് വരും? പട്ലിംഗ്. വെരി ഗുഡ്, വെരി ഗുഡ്. അതെ, പട്ലിംഗ് വരും അല്ലെ? ഇനി ഇതിന് ആൻസർ പറഞ്ഞോളൂ. Which of the following statement correctly describes the various type of tillage? Row zone tillage involves reducing secondary tillage to only the row zones after primary tillage with a moldboard plow. Plow plant tillage uses a special planter for sowing after primary tillage, where the row zone is pulverized and seeds are sown in one run. Wheel track tillage involves primary plowing while the tractors wheel pulverizing the row zone during planting. All of the above are correct description of row zone tillage, plow plant tillage and wheel track tillage. വെരി ഗുഡ്. പഠിക്കുക. ഇതെന്താണെന്നറിയാം? ഇതൊക്കെ ഏതിന് എക്സാമ്പിൾ ആയിട്ടാ പഠിച്ചത് നമ്മള്? റോ സോണ്, പ്ലോ പ്ലാന്റ്, വീൽ ട്രാക്ക്. ഏതിന് എക്സാമ്പിൾ ആയിട്ടാ പഠിച്ചേ? എവിടെയാ പഠിച്ചേ? ഓർത്തെടുത്തേ. അഗ്രോണമിയുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സാ എവിടെയാ പഠിച്ചേ നമ്മള്? ടില്ലേജ് പഠിച്ചപ്പോൾ പഠിച്ചല്ലേ? ടില്ലേജിൽ തന്നെ ഏത് ടൈപ്പ് ഓഫ് ടില്ലേജ് പഠിച്ചപ്പോഴാ പഠിച്ചേ? ഏത് ടൈപ്പാ?
വെരി ഗുഡ്. മിനിമം ടില്ലേജ്. മോഡേൺ കോൺസെപ്റ്റ്സിൽ ടില്ലേജ് ടൈപ്സ് പഠിച്ചപ്പോഴാണ് നമ്മളിത് പഠിച്ചത് അല്ലേ? മോഡേൺ കോൺസെപ്റ്റ്സ് ഓഫ് ടില്ലേജിൽ മിനിമം ടില്ലേജ് പഠിച്ചു, സീറോ ടില്ലേജ് പഠിച്ചു, സ്റ്റബിൾ മൾച്ച് ടില്ലേജ് പഠിച്ചു അല്ലേ? അപ്പം മിനിമം ടില്ലേജിലാണ് റോസോൺ ടില്ലേജ് പറഞ്ഞു, പ്ലോ പ്ലാൻ പറഞ്ഞു, ഫീൽഡ് ട്രാക്ക് ടില്ലേജ് പഠിച്ചു അല്ലേ? Which tillage system involves not inverting organic residues into the soil, instead using them as a protective cover against erosion and moisture loss? Conventional ആണോ, മിനിമം ആണോ, സീറോ ആണോ, കൺസർവേഷൻ ടില്ലേജ് ആണോ? ഡി. Conservation tillage. Fine. In which range of light wavelength does photosynthesis occur? Optimally occur. Simple. And this is known as dash. This is known as ഈ ഒരു റേഞ്ചിനെ പറയുന്ന പേര്. കൃഷ്ണപ്രിയ, വെരി ഗുഡ്. PAR, which means photosynthetically active ആയിട്ടുള്ള radiation. Clear ആയോ? And PAR can be measured by. എന്തിനാ ഇങ്ങനെ കാട് കയറി പോകുന്നല്ലേ? അല്ല, ഞാൻ ഓർക്കുമ്പോ ഓരോ പോയിന്റ് പറയുന്നേ ഉള്ളൂ. നിങ്ങളത് കാര്യം, നിങ്ങൾക്ക് പോയിന്റ് വേണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ നിർത്തും. പാർ ക്യാൻ ബി മെഷേർഡ് യൂസിങ്, വെരി ഗുഡ്, വെരി ഗുഡ് വിദ്യ മാം. ക്വാണ്ടം സെൻസറുകളാണ് ഇതൊന്നും സിലബസിൽ തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഇതൊന്നും പഠിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കില്ല. ഇതൊക്കെ ബേസിക് സാധനങ്ങളാണ്, അറിഞ്ഞിരിക്കണം കേട്ടോ. മെട്രോളജി ഒന്നും ഇല്ല, എന്നാലും ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ അതിന് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ മറ്റേ സാധനം പഠിക്കുമല്ലോ, നീംരാജും അരുൺ കത്യാനും ഒക്കെ, അതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. Which of the following statement correctly describes the parabolic response in crop yield? In parabolic response, yield continues to increase with plant population indefinitely. In a parabolic response, yield increases initially with an increase in plant population, reaches a maximum, then decreases with further increase in population. നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് ഇവിടെ വരുന്നുണ്ട്. Parabolic response is represented by an asymptotic curve where yield plateaus at higher plant population. Very good, ലിബിനെ, അടിപൊളി. അത് അത്രേ ഉള്ളൂ. yield increase ചെയ്യുമ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ പറയുന്ന ആ ഒരു റെസ്പോൺസ് തന്നെ. അസിംപ്റ്റോട്ടിക് നമ്മൾ ഫോർഡറിന്റെ കേസിലാണ് പറയുന്നത്, ബാക്കിയുള്ള ക്രോപ്സിനൊക്കെ പറയുന്ന ആ ഒരു റെസ്പോൺസ് തന്നെ. The term photoblasty refers to the response of which plant part to light? ലീഫ് ആണോ, റൂട്ട് ആണോ, സീഡ് ആണോ, സീഡ്ലിംഗ് ആണോ? ഫോട്ടോബ്ലാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഫോട്ടോബ്ലാസ്റ്റി, നെഗറ്റീവ് ഫോട്ടോബ്ലാസ്റ്റി ഉണ്ട്, പോസിറ്റീവ് ഫോട്ടോബ്ലാസ്റ്റി. ലൈറ്റിനോട് കാണിക്കുന്ന ഒരു സ്റ്റിമുലേഷൻ ആണ് ഫോട്ടോബ്ലാസ്റ്റി എന്ന് പറയുന്നത്. ചിലര് നെഗറ്റീവ് ആയിട്ട് കാണിക്കും, ചിലർ പോസിറ്റീവ് ആയിട്ട് കാണിക്കും, ചിലർ ഫോട്ടോബ്ലാസ്റ്റി കാണിക്കത്തില്ല, വളരെ ന്യൂട്രൽ ആയിരിക്കും. ലൈറ്റ് വന്നാൽ എന്ത്, വന്നില്ലേൽ എന്ത് എന്നുള്ള ആൾ, എന്ത് പക്ഷമുള്ള ആള്. ഇത് കാണിക്കുന്ന സീഡ് ആണ് കേട്ടോ. ഇത് സീഡ് ബേസിലാണ് ഈ ഒരു ടേം പറയുന്നത്, ഫോട്ടോബ്ലാസ്റ്റി പറയുന്നത്. Which match the following scientists with the agriculture theories they proposed? വിൽക്കോസ്, മിഷലിഷ്. എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തേ? ആദ്യത്തെ വിൽക്കോസും ആണ്, രണ്ടാമത്തെ മിഷലിഷും ആണ്. മാച്ച് ചെയ്തെടുത്തു കറക്റ്റ് ആയിട്ട്. കറക്റ്റ്. ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന ആൻസർ തെറ്റാണ് കേട്ടോ. ബി ആണ് ആൻസർ. അത് ഞാൻ മാർക്ക് ചെയ്തപ്പോൾ തെറ്റിയതാണ്. നിങ്ങൾ പറഞ്ഞതാണ് ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഞാൻ നോട്ട് ചെയ്തോളാം. 30. ഞാൻ ഇപ്പൊ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ആൻസർ റോങ് ആണ്. അത് ഞാൻ മാർക്ക് ചെയ്തപ്പോ പട്ടിപ്പോയതാണ്. How many agroclimatic region has the Planning Commission of India divided the country? Into how many? Sorry, into how many? 15 agroclimatic regions ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ ഡിവൈഡ് ചെയ്ത്. എല്ലാം കൂടെ തിരിഞ്ഞു പോലും നന്നായിട്ട് വായിച്ച് നല്ലപോലെ റിവൈസ് ചെയ്ത് വെച്ചേക്കണം. കേരളയ്ക്ക് വേറെ കണ്ടീഷൻസ് ഉണ്ട്, വേറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ. ഇനി ഞാൻ ചോദിക്കുകയാണ്, NARP അണ്ടർ ICAR പ്രോജക്റ്റിൽ എത്ര അഗ്രോക്ലൈമാറ്റിക് സോൺ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? NARP അണ്ടർ ICARൽ എത്ര അഗ്രോക്ലൈമാറ്റിക് സോൺസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? വെരി ഗുഡ് ജെൻസറെ, വെരി ഗുഡ്, വെരി ഗുഡ്. 127 ആണ് കേട്ടോ. ഓക്കെ, ഇത് അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. അണ്ടർ ദ നാഷണൽ അഗ്രികൾച്ചർ റിസർച്ച് പ്രോജക്റ്റിൽ ബൈ ICAR ഹൗ മെനി അഗ്രോക്ലൈമാറ്റിക് സോൺസ് ഹാവ് ബീൻ ക്ലാസിഫൈഡ് ഇൻ ഇന്ത്യ? 127. Which of the following herbicides are commonly used in zero tillage system? Atrazine pendimethalin alachlor, paraquat glyphosate dicot, butachlor fluchloride 2,4-D,
ഐസോപ്രോട്യൂറോൺ, മെട്രിബ്യൂസിൻ, ഓക്സാഡയോസോൺ. സീറോ ടില്ലേജ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഹെർബിസൈഡ് ഏതാണെന്നാണ് എന്റെ ചോദ്യം. സീറോ ടില്ലേജ് എന്താണ്? പുതിയ ക്രോപ്പ് പഴയ ക്രോപ്പിന്റെ റെസിഡ്യൂസിൽ പ്ലാന്റ് ചെയ്യുന്നു വിത്തൗട്ട് എനി സോയിൽ ടില്ലേജ് ഓർ സീഡ് ബെഡ് പ്രിപ്പറേഷൻ. ആൻഡ് വീഡ്സിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഹെർബിസൈഡ് അടിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ സീറോ ടില്ലേജ് ഈസ് ഓൾസോ നോൺ ആസ് കെമിക്കൽ ടില്ലേജ്. എന്റെ ചോദ്യം ഇതാണ്, ഏത് ഹെർബിസൈഡിനാണ് ഇവിടെ ജനറലി യൂസ് ചെയ്യുന്നത്? വെരി ഗുഡ്. പാരാക്വേറ്റ്, ഗ്ലൈഫോസേറ്റ്, ഡൈക്വേറ്റ്. പാരാക്വേറ്റ് ആൻഡ് ഡൈക്വേറ്റ് ആർ എക്സാമ്പിൾ ഓഫ് ഡാഷ് ഹെർബിസൈഡ്. ചോദിക്കട്ടെ. പാരാക്വേറ്റ് ആൻഡ് ഡൈക്വേറ്റ് ആർ എക്സാമ്പിൾ ഓഫ് ഡാഷ് ഹെർബിസൈഡ്. Okay. Which of the following statement about crop development are correct? Development denotes phasic change of a crop. B. Stages of development in the life cycle of a plant are called phenophases. C. Crop development is qualitative. Options only A and B are correct. Only B and C are correct. Only A and C are correct. All A, B and C are correct. എല്ലാം കറക്റ്റ് ആണ്. ഒരു ഫേസിക് ചേഞ്ച് കാണിക്കുന്ന എന്താണ്? ഡെവലപ്മെന്റ് ആണ്. ഓരോ ഫേസിലും എന്ത് ചേഞ്ച് ആണ്? ഇപ്പൊ നമ്മൾ ഒരു ഫേസിൽ നിന്ന് വേറൊരു അതെന്താണ്? ഡെവലപ്മെന്റിനെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇനി മോസ്റ്റ് ക്രോപ്സ്, read the following statements carefully and choose the correct option. Most crops grow best at temperature range of 15 to 30 degrees Celsius. If rainfall received is more than 2.5 mm on a particular day, it is considered as rainy day. Soybean is a C3 plant. Only A is correct. Only B is correct. Only B and C are correct. A, B and C are correct. അത്ര ടഫ് ക്വസ്റ്റ്യൻ ആണോ? എല്ലാ ക്രോപ്സിനും ബെസ്റ്റ് ഗ്രോ ചെയ്യാൻ വേണ്ടുന്ന ടെമ്പറേച്ചർ 15 to 30 ആണോ? റെയിൻഫോൾ 2.5. ഓക്കെ വെരി ഗുഡ്. കീർത്തനയാണ് കറക്റ്റ് ആൻസർ പറഞ്ഞത്. ഫസ്റ്റ് എല്ലാവരും ഒന്ന് കൺഫ്യൂസ്. സി, നിങ്ങൾ ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ ഒരു കൺഫ്യൂഷൻ വന്നാണോ അല്ലെ? 15 to 30 എന്തുകൊണ്ട് വന്നു? ബെസ്റ്റ് ടെമ്പറേച്ചർ റേഞ്ച് ആണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ആൻസർ 15 to 45 ഡിഗ്രി സെൽഷ്യസ് വരാം. എന്ത് വരുമ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം? 15 to 45 ഡിഗ്രി സെൽഷ്യസ് എന്താണ്? 15 to 45 ഡിഗ്രി സെൽഷ്യസ് എന്താണ്? കാർഡിനൽ ടെമ്പറേച്ചർ. ക്ലിയർ ആയോ? പിന്നെ 2.5 mm മഴ ഒരു പെർട്ടിക്കുലർ ഡേയിൽ കിട്ടുമ്പോൾ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എന്താണ്? റെയിനി ഡേ ആണ്. ഓക്കെ. സോയാബീൻ ഈസ് എ C3 പ്ലാന്റ്. ഗ്രോത്ത് ഈസ് ആൻ ഇറിവേഴ്സിബിൾ increase in mass or weight, whereas dash denotes phasic change. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് അടിച്ചു. എന്താ ആൻസർ? ഗ്രോത്ത് ഈസ് ആൻ ഇറിവേഴ്സിബിൾ increase in. Very good. C, development. The extinction coefficient is a measure of. Extinction coefficient is a measure of. വെരി ഗുഡ്. ലൈറ്റ് ഇന്റർസെപ്റ്റിംഗ് എഫിഷ്യൻസി ഓഫ് ദ ലീഫ് ഏരിയ. അതിനെ പറയുന്ന ഫാക്ടറാണ്, അതിന് പറയുന്ന കോഎഫിഷ്യന്റ് ആണ് K എന്ന് പറയുന്ന എക്സ്റ്റിങ്ഷൻ കോഎഫിഷ്യന്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. A crop with high mean percentage of nitrogen in dry matter has less dry matter production potential than a crop plant with low percentage of nitrogen comes under. Option A, luxury consumption. B, inverse yield law. C, law of diminishing return. D, law of minimum. എന്ത് വരും? ക്രോപ്പിന്റെ ഹൈ മീൻ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ലക്ഷറി കൺസംഷൻ കാണിക്കുന്നത് ആരാണ്? ലക്ഷറി കൺസംഷൻ കാണിക്കുന്നത് ആരാണ്? K. വെരി ഗുഡ്. പൊട്ടാസ്യം. കോട്ടൺ ഈസ് എ C3 or C4 plant. Cotton is a C3 or C4 plant. Cotton ഒരു C3 ആണോ C4 ആണോ? കൺഫ്യൂഷൻ ആയി. C3 ആണോ C4 ആണോ? കീർത്തനെ C4 ആണോ കോട്ടൺ? ഓക്കെ. ചരൺ വെരി ഗുഡ്, C3. കീർത്തനെ സ്റ്റോർ ചെയ്തോ. കോട്ടൺ ഈസ് എ C3 പ്ലാന്റ്. കേട്ടോ. ലീഫ് ഏരിയ പെർ യൂണിറ്റ് ലാൻഡ് ഏരിയ ഈസ് നോൺ as specific leaf area, leaf angle index, leaf area duration, leaf area index.
ചിലപ്പം കുറച്ച് ഇൻഡെക്സുകൾ ഉണ്ട്. അപ്പം അത് ചോദിക്കുമെന്ന് എനിക്കറിയില്ല, അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഞാനത് പറഞ്ഞു പോവാട്ടോ. ഇതെന്താ? ലീഫ് ഏരിയ പെർ യൂണിറ്റ് ലാൻഡ് ഏരിയ ഇസ് നോൺ ആസ് സ്പെസിഫിക് ലീഫ് ഏരിയ ആണോ, ലീഫ് ആംഗിൾ ഇൻഡെക്സ് ആണോ, ലീഫ് ഏരിയ ഡ്യൂറേഷൻ ആണോ, ലീഫ് ഏരിയ ഇൻഡെക്സ് ആണോ? വെരി ഗുഡ്, ലീഫ് ഏരിയ ഇൻഡെക്സ്. ലീഫ് ഏരിയ എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലീഫ് ഏരിയ ഇൻഡെക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അസിമുലേറ്റിംഗ് ഏരിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ് അല്ലെ, ഗ്രോത്തിന് വേണ്ടി. ഡെവലപ്മെന്റിന്റെ കേസ് ഗ്രോത്ത് സ്പെസിഫിക്കലി ഫോട്ടോസിന്തസിസ് ഒക്കെ പറയുമ്പോൾ എത്ര അസിമുലേറ്റിംഗ് ഏരിയ വരുന്നുണ്ടെന്ന് ഇമ്പോർട്ടന്റ് ആണ്. ക്രോപ്പ് പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ ലീഫ് ഏരിയ പെർ യൂണിറ്റ് ലാൻഡ് ഏരിയ ആണ് ഇമ്പോർട്ടന്റ് ദാൻ എന്താണ് ഇൻഡിവിജ്വൽ പ്ലാന്റ്സിന്റെ ലീഫ് ഏരിയ. അതുകൊണ്ടാണ് ലീഫ് ഏരിയ പെർ യൂണിറ്റ് ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് അതുകൊണ്ടാണ് അതിനെ ലീഫ് ഏരിയ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടെ പറയാം, നമ്മൾ ക്രോപ്പ് പ്രൊഡക്ഷൻ പെർസ്പെക്റ്റീവിലൊക്കെ പറയുന്ന സമയത്ത് ലീഫ് ഏരിയ പെർ യൂണിറ്റ് ലാൻഡ് ഏരിയ ആണ് ഇമ്പോർട്ടന്റ് റാദർ ദാൻ എന്താണ് ലീഫ് ഏരിയ പെർ ഇൻഡിവിജ്വൽ പ്ലാന്റ് പറയുന്നത്. അതുകൊണ്ടാണ് ലീഫ് ഏരിയ ഇൻഡെക്സ് വന്നത് കേട്ടോ. The gram of dry matter produced per gram of existing dry matter in a day is called. The grams of dry matter produced per gram of existing dry matter. Net assimilation ആണോ, absolute growth rate ആണോ, relative growth rate ആണോ, crop growth rate ആണോ? ഞാൻ പറയട്ടെ, ഇപ്പൊ പറഞ്ഞ ആരും ആൻസർ കറക്റ്റ് ആക്കി അല്ല പറഞ്ഞേക്കുന്നത്. ഇനി ആൻസർ ചെയ്യും. സുകന്യ, വെരി ഗുഡ്, വെരി ഗുഡ്. സനു, വെരി ഗുഡ്, വെരി ഗുഡ്. സി, ഇതിന്റെ ആൻസർ എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ അതിന് മുന്നേ കുറച്ച് ടേംസ് പറഞ്ഞുതരാം. ആദ്യത്തത് അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ്. ഇതാണ് എത്ര റേറ്റിലാണ് നമ്മുടെ ക്രോപ്പ് ഗ്രോ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇത് സിമ്പിൾ ആയിട്ട് അബ്സല്യൂട്ട് ആയിട്ടുള്ള വാല്യൂ, വെദർ നമ്മുടെ ക്രോപ്പ് ഫാസ്റ്റർ റേറ്റ് ആണോ സ്ലോ റേറ്റ് ആണോ, നോർമൽ ഉള്ള ഒരു വളർച്ചയേക്കാൾ കുറച്ച് വളർച്ചയാണോ കൂടുതൽ വളർച്ചയാണോ കാണിക്കുന്നത്. ഇതാണ് അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രാം ഓഫ് ഡ്രൈ മാറ്റർ പ്രൊഡ്യൂസ്ഡ് പെർ ഡേ. പെർ ഡേയിൽ എത്ര ഗ്രാം ഓഫ് ഡ്രൈ മാറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അബ്സല്യൂട്ട് എന്താണ് നോർമൽ ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് വെച്ച് നോക്കുമ്പോൾ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, അതാണ് അബ്സല്യൂട്ട്. ഇനി വെറും ക്രോപ്പ് ഗ്രോത്ത് റേറ്റ് എന്താ? ഇതെന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ക്രോപ്പ് പെർ യൂണിറ്റ് ഏരിയ. പെർ യൂണിറ്റ് ഏരിയയിൽ എത്ര ഗ്രോത്ത് ഉണ്ട്, അതാണ് ക്രോപ്പ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് എന്താ? കൂടുതലാണോ കുറയുന്നുണ്ടോ, അതാണ് ഗ്രാം പെർ ഓഫ് ഡ്രൈ മാറ്റർ പെർ ഡേ. ക്രോപ്പ് ഗ്രോത്ത് എന്താണ്? ഗ്രാം പെർ മീറ്റർ സ്ക്വയർ പെർ ഡേ. പെർ യൂണിറ്റ് ഏരിയ ബേസിസിലായതുകൊണ്ട് ഗ്രാം പെർ മീറ്റർ സ്ക്വയർ പെർ ഡേ. ഇനി റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് എന്താണെന്ന് ഞാൻ പറയട്ടെ. ഓൾറെഡി ഉള്ള ഒരു ഗ്രോത്ത് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര ഗ്രോത്ത് കൂടെ കൂടുതൽ സംഭവിച്ചു എന്ന് പറയുന്നതാണ് റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? റിലേറ്റീവ് ഇൻ റിലേഷൻ ടു, ആരെങ്കിലും റിലേറ്റ് ചെയ്ത് പറയുക എന്ന് വെച്ചാൽ എന്താ, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന സാധനത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര കൂടുതലൂടെ ഗ്രോത്ത് സംഭവിക്കുന്നു, അതാണ് എന്തെന്ന് പറയുന്നത് റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ മനസ്സിലായോ? ഇനി ഒരു ടേം ഉണ്ടല്ലേ, നെറ്റ് അസിമുലേഷൻ റേറ്റ് എന്ന് പറയുന്നത്. നെറ്റ് അസിമുലേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട്ലി നമുക്കൊരു റേറ്റ് ഓഫ് നെറ്റ് ഫോട്ടോസിന്തസിസ് മെഷർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പാരാമീറ്റർ ആണ് നെറ്റ് അസിമുലേഷൻ റേറ്റ്. ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എത്ര ഗ്രാം ഓഫ് ഡ്രൈ മാറ്റർ പ്രൊഡ്യൂസ്ഡ് പെർ ലീഫ് ഏരിയ, എത്ര ക്വാണ്ടിറ്റി ഓഫ് ഡ്രൈ മാറ്റർ പെർ മീറ്റർ സ്ക്വയർ ലീഫ് ഏരിയയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതാണ് നെറ്റ് അസിമുലേഷൻ റേറ്റ് പറയുന്നത്. അപ്പൊ നമ്മളോട് ചോദിക്കുക ഇൻഡയറക്ട് മെഷർ ഓഫ് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ആരാണ്? അത്യാവശ്യം ഒരു മെഷർ ഫോട്ടോസിന്തസിന്റെ റേറ്റ് തരുന്നത്, അതായത് മെഷർ ചെയ്യുന്നത് ആരാ? NAR, നെറ്റ് അസിമുലേഷൻ റേറ്റ് ആണ് കേട്ടോ. അപ്പൊ റിലേറ്റീവ് ചോദിച്ചാൽ ഇൻ റിലേഷൻ ടു എക്സിസ്റ്റിംഗ്, അബ്സല്യൂട്ട് ചോദിച്ചാൽ കുറവുണ്ടോ കൂടുതലാണോ. ക്രോപ്പ് ഗ്രോത്ത് നോക്കിയാൽ സിമ്പിൾ, പെർ യൂണിറ്റ് ഏരിയയിൽ എത്ര ഗ്രോത്ത് സംഭവിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ. ഇനി വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് കോൺട്രിബ്യൂട്ട്സ് നിയർലി 40% ഓഫ് ടോട്ടൽ ഡ്രൈ മാറ്റർ ഇൻ ദ ഗ്രെയിൻ ഇൻ മെനി സിറിയൽസ്? ഏത് പാർട്ടാണ്? ഡി, ജെൻസർ. അഗെയിൻ ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ വളരെ കുറച്ചു പേര് ആൻസർ പറയുമ്പോൾ കുഴപ്പമില്ല. ഒന്നുകൂടി ഫ്ലാഗ് ലീഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഒബ്സർവേഷൻ ഒക്കെ എടുക്കുമ്പോൾ എത്ര ക്രൂഷ്യൽ, നമ്മൾ ഗ്രെയിനീൽഡിൽ ഈ ഒരു ഫ്ലാഗ് ലീഫിന്റെ ഏരിയ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു മെയിൻ ഫോട്ടോ, അത് ഫ്ലാഗ് ലീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാനിക്കിളിനോട് ചേർന്നിരിക്കുന്ന ആ ഒരു ലീഫിനെയാണ് ഫ്ലാഗ് ലീഫ് എന്ന് പറയുന്നത്. ഓക്കെ.
ഇതൊരു പ്രൈമറി സോഴ്സ് ഓഫ് ഫോട്ടോസിന്തസിസ് ആണ്. ഏത് സമയത്ത്? ഗ്രെയിൻ ഫില്ലിങ്ങിന്റെ ഒക്കെ സമയത്ത്. സ്റ്റഡി ഒക്കെ പറയുന്ന ഒരു 40 എബോ ഫോട്ടോസിന്തസിസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് ഫ്ലാഗ് ലീഫ് എന്ന് പറയുന്നത്. പ്രോപ്പർ ആയിട്ട് ഈ പറയുന്ന ഫോട്ടോസിന്തസിസിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന റോള് ഫ്ലാഗ് ലീഫിനുണ്ട്. ഈവൻ നമ്മൾ പാനിക്കിലൊക്കെ എമേർജ് ചെയ്യുന്ന സമയത്ത് ഫ്ലാഗ് ലീഫ് റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവരെ നെസസറി ആയിട്ടുള്ള ഒരു റിഡക്ഷൻ ഗ്രെയിൻ ഈൽഡിൽ സംഭവിക്കാം കേട്ടോ. ഫ്ലാഗ് ലീഫ് ആണ് ആൻസർ. What is the ratio of economic yield to biological yield called? Growth index ആണോ, net assimilation rate ആണോ, harvest index ആണോ, relative growth rate ആണോ? ഇതെല്ലാവർക്കും അറിയാം. And this term is also known as this term is also known as ഈ ടേമിനെ ഒരു പേരൂടെ പറയും. എന്താണ്? നമ്മൾ കുറെ തവണ പറഞ്ഞത് ഹാർവസ്റ്റ് ഇൻഡെക്സ് ഓൾസോ നോണസ്. എടേ ആരെയും ആൻസർ പറയടേ. കോഎഫിഷ്യന്റ് ഓഫ് എഫക്റ്റീവ്നെസ് മറക്കല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. കോഎഫിഷ്യന്റ് ഓഫ് എഫക്റ്റീവ്നെസ് എന്ന് ഇത് ഞാൻ പറയാറുണ്ട് കേട്ടോ. ഇനി റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. നമ്മുടെ ഒരു അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് പെർസ്പെക്ടീവിലൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലോർഡ് കഴ്സൺസ് പീരീഡ് ഈസ് കൺസിഡർഡ് ദ ഗോൾഡൻ പീരീഡ് ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ. During Lord Curzon's tenure, the Imperial Agriculture Research Institute was started at Delhi. The Great Canal System of Western Punjab was constructed during Lord Curzon's period. Option A, only A is correct, only B and C correct, A and C correct, A, B and C correct. Answer. അതെ, എ ആൻഡ് സി കറക്റ്റ്. ബി എന്തുകൊണ്ടാ തെറ്റ്? ലോർഡ് കഴ്സൺ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഈസ് കൺസിഡേർഡ് ആസ് ഗോൾഡൻ പീരീഡ് ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ. ശരിക്കും ഒരു സയന്റിഫിക് അഗ്രികൾച്ചറിന്റെ ഡെവലപ്മെന്റ് പറയുമ്പോൾ നമ്മൾ ഇദ്ദേഹത്തിന്റെ പേര് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇദ്ദേഹത്തിന്റെ സമയത്താണ് ഇംപീരിയൽ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വാസ് സ്റ്റാർട്ടഡ് ഇൻ എവിടെയാണ്? പുസ ഇൻ ബീഹാർ. ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്ത് അദ്ദേഹത്തിന്റെ പീരീഡ് ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്നു. അത് മാത്രമല്ല ഗ്രേറ്റ് കനാൽ സിസ്റ്റം ഓഫ് വെസ്റ്റേൺ പഞ്ചാബ് കൺസ്ട്രക്ട് ചെയ്യുന്നതും ഇദ്ദേഹത്തിന്റെ ഒരു ടൈം പീരീഡ് ആണ്. അതെ കറക്റ്റ് ആയിട്ട്. Read the following statement and choose the correct option. Central Research Institute of Dryland Agriculture is located in Hyderabad. Central Arid-Zone Research Institute is located in Jodhpur. CRIDA deals with Arid-Zone research in Rajasthan. ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രത്യേകം പഠിക്കുക, പ്രത്യേകിച്ച് അഗ്രോണമിയും ഇൻ ജനറൽ അഗ്രികൾച്ചറും ഹോർട്ടിക്കൾച്ചറും. ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് എങ്ങനെയാ ആൻസർ? ക്രിഡ ഇസ് ലൊക്കേറ്റഡ് ഇൻ ഹൈദരാബാദ് ആണോ? എങ്ങനെ വരും? ആൻസർ അനങ്ങുന്നില്ല ആരും. എന്താ പാടാണോ? ക്രിഡ എവിടെയാ? എ, only A and B correct. കറക്റ്റ് ആണ്. ക്രിഡ എന്ന് പറയുന്നതിന്റെ ലൊക്കേഷൻ വന്നിട്ട് ഹൈദരാബാദ് ആണ്. ആൻഡ് കാസ്ട്രി എന്ന് പറയുന്നത് സെൻട്രൽ ഏരിഡ് സോൺ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റഡ് ഇൻ ജോധ്പൂർ. ഓക്കെ, ഇനി സിമെറ്റ് സ്റ്റാൻഡ്സ് ഫോർ സെൻട്രോ ഇന്റർനാഷണൽ ഡി. ഓക്കെ, ഇതിന്റെ ആൻസർ വന്നിട്ട് എ, only A and C കറക്റ്റ്. ഇതും കൂടെ പറഞ്ഞിട്ട് നോക്കാം. ഓക്കെ. സിമെറ്റ് എന്ന് പറയുമ്പോഴേ നിങ്ങൾ ഇതിന്റെ ഒരു ഫുൾ എക്സ്പാൻഷൻ ചോദിക്കുമ്പോൾ വണ്ടടിച്ചിരിക്കില്ല. ഇതിന്റെ ഒരു എക്സ്പാൻഷൻ വന്നിട്ട് ഒരു മെക്സിക്കൻ ഒറിജിനോ സ്പാനിഷ് ഒറിജിനോ ആണോ എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ ഇന്റർനാഷണൽ സെന്റർ ഫോർ മെയ്സ് ആൻഡ് വീറ്റ് ഡെവലപ്മെന്റ് ആണ് കേട്ടോ, തെറ്റിക്കില്ല. സിമെറ്റിന്റെ ആ ഒരു എക്സ്പാൻഷൻ വരുമ്പം എങ്ങനെയാണോ എന്ന് ഡൗട്ട് വരില്ല. ഇതൊരു സ്പാനിഷ് ആണ് കേട്ടോ, സ്പാനിഷ് ആണ് ഈ ഒരു അതിന്റെ ഒറിജിനൽ. അപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ ഇന്റർനാഷണൽ സെന്റർ ഫോർ മെയ്സ് ആൻഡ് വീറ്റ് ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോറി, ഇന്റർനാഷണൽ മെയ്സ് ആൻഡ് വീറ്റ് ഇംപ്രൂവ്മെന്റ് സെന്റർ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇന്റർനാഷണൽ മെയ്സ് ആൻഡ് വീറ്റ് ഇംപ്രൂവ്മെന്റ് സെന്റർ. ഞാൻ ആദ്യം പറഞ്ഞ ബി റോങ് ആണ്. ഇന്റർനാഷണൽ മെയ്സ് ആൻഡ് വീറ്റ് ഇംപ്രൂവ്മെന്റ് സെന്റർ ആണ് സിമെറ്റിന്റെ ഒറിജിനൽ ആയിട്ടുള്ള എക്സ്പാൻഷൻ. തെറ്റിക്കല്ല, ഞാൻ ആദ്യം പറഞ്ഞത് റോങ് ആയിട്ടാണ്. ബി ഇവിടെ തെറ്റാണ്.
സിമെറ്റ് എന്ന് പറയുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? മെക്സിക്കോയിലാണ്. ആൻഡ് അതിന്റെ ഫുൾ എക്സ്പാൻഷൻ വന്നിട്ട് ഇന്റർനാഷണൽ മെയ്സ് ആൻഡ് വീറ്റ് ഇംപ്രൂവ്മെന്റ് സെന്റർ എന്നാണ്. ഓക്കെ, ഈ തെറ്റിക്കില്ല. സിമെറ്റ് എന്ന് കാണുമ്പോൾ സെന്റർ ഫോർ എന്നൊന്നും സ്റ്റാർട്ട് ചെയ്യില്ല കേട്ടോ. ഇതിന്റെ ശരിക്കും ഉള്ളത് നമ്മുടെ സ്പാനിഷ് രീതിയിലാണ് അതിന്റെ ഒരു എക്സ്പാൻഷൻ പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഓൾ.